നീറ്റ് 2021 ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സാമിനെ കുറിച്ച് പൊതുവെ ഉണ്ടായിരുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഒരല്പം ടഫായിരുന്നു എക്സാം എന്നാണ്. പക്ഷെ ഇതിലെ ക്വസ്റ്റ്യൻസിൽ ഔട്ട് ഓഫ് 50 ഒരു 47 ക്വസ്റ്റ്യനോളം ശരിക്കും NCERT ടെക്സ്റ്റ് ബുക്കിനകത്തെ കോൺസെപ്റ്റുകളിൽ നിന്ന് ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷേ ഈ ഒരു എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരല്പം ഒബ്ജക്റ്റീവ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്കായിരിക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. ഇപ്പം നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ തിയറി കണ്ടന്റ് നന്നായിട്ട് അറിയാം, എന്നാൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ വേണ്ടത്ര പ്രാക്ടീസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ കുട്ടികൾക്ക് ഒരുപക്ഷെ ചെറിയൊരു വിഷമം ഉണ്ടാവുന്ന എക്സാം ആയിരുന്നു ഇപ്പം കഴിഞ്ഞു പോയത്. കാരണം കുറച്ച് ന്യൂമറിക്കൽസ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ന്യൂമറിക്കൽസ് എന്ന് പറയുമ്പോൾ അത്ര വലിയൊരു മാത്തമാറ്റിക്കൽ ഇൻ്റഗ്രേഷൻ്റെയോ അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ്റെയോ ട്രിഗണോമെട്രിയുടെയോ വലിയൊരു മാത്തമാറ്റിക്കൽ അപ്ലിക്കേഷൻ ഒന്നും ആവശ്യമില്ലാതെ നോർമൽ കാൽക്കുലേഷൻസ് മാത്രം ചെയ്യേണ്ട പ്രോബ്ലംസ് തന്നെയായിരുന്നു മിക്കവാറും. അല്ലാതെ വലിയൊരു ഹൈ ലെവൽ ഓഫ് മാത്തമാറ്റിക്കൽ ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല. പക്ഷേ ഒരു 2-3 ക്വസ്റ്റ്യൻസിലെ കോൺസെപ്റ്റ് ഒരല്പം ട്വിസ്റ്റഡ് ആയിട്ട് ചോദിച്ചിരുന്നു എന്നുള്ള ഒഴിച്ചാൽ മറ്റ് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു പേപ്പർ ആയിരുന്നു എന്ന് പറയാം. ഓക്കെ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരീസ് എ കറണ്ട് ഓഫ് 5 ആംപിയർ ആസ് ഷോൺ. An electron is moving with a speed of 10⁵ meter per second parallel to the conductor. The perpendicular distance between the electron and the conductor is 20 centimeter at an instant. Calculate the magnitude of force experienced by the electron at that instant. ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ആ കണ്ടക്ടറിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഒരു ഇലക്ട്രോൺ ഈ കണ്ടക്ടറിന് തന്നെ പാരലലായിട്ട് മൂവ് ചെയ്യാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? നമ്മൾ ഒബ്ജക്റ്റീവ് ലെവലിലൊക്കെ ചെയ്യുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഫോഴ്സ് F = QVB സൈൻ തീറ്റ വേണ്ട. കാരണം വെച്ചാൽ ഇവിടെ വെലോസിറ്റിയും ഈ വയർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. ഫ്ലെമിങ്ങിന്റെ ഗ്രിപ്പ് റൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ വയർ ഇവിടെ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ് ആണ്, വെലോസിറ്റി അലോങ് ദ പ്ലെയിൻ ആണ്. അതുകൊണ്ട് തീറ്റ 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇലക്ട്രോൺ ആയതുകൊണ്ട് ചാർജ് 1.6 × 10⁻⁻19 ആണ്. ഇൻറ്റു വെലോസിറ്റി 10⁵ ആണ്. ഇൻറ്റു ഇനി വാട്ട് ഈസ് ബി? മാഗ്നറ്റിക് ഫീൽഡ്. ഈ സ്ട്രെയിറ്റ് വയറിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലെ മാഗ്നറ്റിക് ഫീൽഡാണ് കാണേണ്ടത്. അപ്പോൾ സ്ട്രെയിറ്റ് വയർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? μ0/4π × 2I/r ആണ്. നമുക്കൊരു സ്റ്റെപ്പും കൂടെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ 1.6 × 10⁻⁻19 × 10⁵ μ0/4πയുടെ വാല്യൂ 10⁻⁻7 ആണ്. ഇൻറ്റു 2 ഇൻറ്റു കറണ്ട് 5 ആണ്, 6.2 ആണ്. നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് സോൾവ് ചെയ്യണമെന്ന് ചോദിച്ചാൽ സോൾവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഈ ഓപ്ഷൻസ് നോക്കുക. 4π ഒരു ഓപ്ഷൻ 4π ആണ്, അടുത്തത് 4 ആണ്. അടുത്ത ഓപ്ഷൻ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ആക്ച്വലി പൈ ആണ്, 8π ആണ് 8. അപ്പോൾ ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇത് നോക്കി അറിയാം ഇതിൽ എവിടെയും പൈ വരുന്നില്ല. അപ്പോൾ പൈ വരുന്നില്ല ഓപ്ഷൻ എന്ന് പറയുമ്പോൾ പിന്നെ 2 ചാൻസേ ഉള്ളൂ. ഒന്ന് 4 × 10⁻⁻20, പിന്നെ 8 × 10⁻⁻20, 2 ഓപ്ഷനാണ്. അപ്പോൾ അതിൽ ഏതാ വരിക നോക്കിയാൽ മതി. ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ വരുന്ന 5 ആണ്. 5 × 1.6 എന്ന് പറയുമ്പോൾ 8 ആണ്. അപ്പോൾ നമ്മൾ പൈ ഇല്ലാതെ 8 മാത്രമാണ് ആൻസറിൽ വരിക. അപ്പോൾ നമുക്ക് ഇവിടെ ഫുള്ളായിട്ട് ഇത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 8 × 10⁻⁻20. പവർ ഒന്നും കാൽക്കുലേറ്റ് ചെയ്ത് സമയം കളയേണ്ട കാര്യമല്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, എ ബോഡി ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ഫ്രീക്വൻസി ഓഫ് ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. ഒരു സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ്, ഒരുപക്ഷെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഗ്രാഫ് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനിൽ നിങ്ങൾ ഗ്രാഫ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഗ്രാഫ് വരിക. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന അതിൻ്റെ ടൈം പ്ലോട്ട് ചെയ്താൽ T/4, T/2, 3T/4 ആൻഡ് T. നോക്കാം, പാർട്ടിക്കിൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് T. പാർട്ടിക്കിൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി അത് 2 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തത് പാർട്ടിക്കിൾ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സ്ട്രീം എൻഡിൽ നിന്നാണെന്നാണ് അസ്യൂം ചെയ്തത്. നമുക്ക് അങ്ങനെയല്ല, മീൻ പൊസിഷന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, നോ പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഇത് ഒരു ഓസിലേഷൻ, ഇത് അടുത്ത ഓസിലേഷൻ.
അതായത് പാർട്ടിക്കിൾ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് പൊട്ടൻഷ്യൽ എനർജി 2 ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ ബോഡീസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ഫ്രീക്വൻസി n. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഓസിലേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി അതിൻ്റെ ഇരട്ടിയായിരിക്കും, ദാറ്റ് ഈസ് 2n. ഓക്കെ, അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ബേസിക് ലെവൽ ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. എ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് അണ്ടർഗോസ് സ്പോണ്ടാനിയസ് ഡീകേ ഇൻ ദ സീക്വൻസ്. ഒരു സീക്വൻസ് തന്നിട്ടുണ്ട്. വേർ Z is the atomic number of element, the possible decay particle in the sequence are. ഇവിടെ നോക്കാം, ന്യൂക്ലിയസ് XZ. ഇതിൽ അറ്റോമിക് നമ്പർ 1 കുറയാണ്. അറ്റോമിക് നമ്പർ 1 കുറയണമെങ്കിൽ അത് എമിറ്റ് ചെയ്യുന്നത് ഒരു പോസിട്രോണിനെ ആയിരിക്കും, β+. അടുത്തതിൽ നോക്കൂ, Z-1 Z-3 ആവുകയാണ്. അതായത് അറ്റോമിക് നമ്പർ 2 കുറഞ്ഞു. അറ്റോമിക് നമ്പർ 2 കുറയണമെങ്കിൽ അത് എമിറ്റ് ചെയ്യുന്നത് ഒരു ആൽഫ പാർട്ടിക്കിളിനെ ആയിരിക്കും. ഇനി Z-3 Z-2 ആവാന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 1 കൂടി. അപ്പോൾ അറ്റോമിക് നമ്പർ 1 കൂടണമെങ്കിൽ അത് എമിറ്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിനെ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിളിനെ ആയിരിക്കും. അത് ശരിക്കും ആൽഫ ഡീക്കയിലും ബീറ്റ ഡീക്കയിലും എന്ത് സംഭവിക്കുന്നു, എന്താണ് അറ്റോമിക് നമ്പറിലും മാസ് നമ്പറിലും ഉണ്ടാകുന്ന ചേഞ്ച് എന്നറിഞ്ഞാൽ ചെയ്യാവുന്ന വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ β+ ആൽഫ β- എന്ന് പറയുമ്പോൾ തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഇതും NCERT എന്ന് ചോദിച്ച ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The escape velocity from the Earth's surface is v. The escape velocity from the surface of another planet having radius 4 times that of the Earth and same mass density. ഈ escape velocity കാണാനായിട്ട് r into root of 8/3 πg rho എന്നുള്ള ഒരു ഇക്വേഷൻ സാധാരണഗതിയിൽ ഒബ്ജക്റ്റീവ് ചെയ്ത് പഠിച്ച കുട്ടികൾക്ക് വളരെ സുപരിചിതമായ ഒരു ഇക്വേഷൻ ആണ്. ഇവിടെ എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി v തന്നിട്ടുണ്ട്. മറ്റൊരു പ്ലാനറ്റിൻ്റെ അനദർ പ്ലാനറ്റ് ഹാവിങ് റേഡിയസ് 4 ടൈംസ്. മറ്റേ പ്ലാനറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ റേഡിയസിൻ്റെ 4 ടൈംസ് ആണ്. പക്ഷേ അതിൻ്റെ ഡെൻസിറ്റി എർത്തിൻ്റെ അതേ ഡെൻസിറ്റി ആണ്. അപ്പോൾ ആ ഡെൻസിറ്റി പാർട്ടിൽ ഒരു മാറ്റമില്ല, 8/3 πg rho. അതായത് എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി v ആണെങ്കിൽ മറ്റേ പ്ലാനറ്റിൻ്റെ എസ്കേപ്പ് വെലോസിറ്റി എർത്തിൻ്റെ എസ്കേപ്പ് വെലോസിറ്റിയുടെ 4 ടൈംസ് ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. കാരണം ഡെൻസിറ്റി രണ്ടും സെയിം ആണ്, റേഡിയസ് 4 ഇരട്ടിയാണ്. സോ 4v എന്നാണ് ആൻസർ. ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹാഫ് ലൈഫ് ഓഫ് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലൈഡ് ഈസ് 100 hours. The fraction of original activity that will remain after 150 hours would be. നമുക്ക് ഹാഫ് ലൈഫ് പീരീഡിൽ നമ്പർ ഓഫ് ആറ്റംസ് റിമൈനിങ് നോൺ ഡിസിൻറ്റഗ്രേറ്റഡ് ആറ്റങ്ങളുടെ എണ്ണം n, ഇനീഷ്യൽ നമ്പർ ഓഫ് ആറ്റങ്ങൾ n0 ഈക്വൽ ടു 1/2 ഹോൾ റേസ് ടു t/t. ഇത് ഉപയോഗിച്ച് ചെയ്യാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ തുടക്കത്തിൽ ഉള്ള ആറ്റങ്ങളുടെ എണ്ണം n0, പ്രസന്റ് എത്ര ആറ്റങ്ങൾ ഉണ്ടെന്ന് വെച്ചാൽ n. അപ്പോൾ ദാറ്റ് വിൽ റിമെയിൻ ആഫ്റ്റർ 150 hours വുഡ് ബി, അതായത് തുടക്കത്തിലുള്ള ആറ്റങ്ങളുടെ എത്ര ഫ്രാക്ഷൻ ആണ് 150 hours, എത്ര ഫ്രാക്ഷൻ ആണ് 150 hours കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, 1/2 ഹോൾ റേസ് ടു, ഇവിടെ ടോട്ടൽ ടൈം പറയണത് 150 hours ആണ്. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറഞ്ഞാൽ 100 hours ആണ്, ബൈ 100. അപ്പോൾ 1/2 ഹോൾ റേസ് ടു 3/2 വരും. അപ്പോൾ 1/2 ഹോൾ റേസ് ടു 3/2 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1/2 √2. 2 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ കിട്ടുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് അത്. സെക്കൻഡ് ഓപ്ഷൻ. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റൻ ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റൻ ഫ്രം ദ ടോപ്പിക് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കാം. കോൺവെക്സ് ലെൻസ് A of focal length 20 cm and a concave lens B of focal length 5 cm are kept along the same axis with a distance d between them. If a parallel beam of light falling on A leaves B as parallel beam, then the distance d in centimeter will be. ഇവിടെ ഒരു കോൺവെക്സ് ലെൻസും പിന്നെ ഒരു കോൺകേവ് ലെൻസുമാണ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത്. ഒരു പാരലൽ ആയിട്ടുള്ള ലൈറ്റ് ബീം കോൺവെക്സ് ലെൻസിൽ വന്ന് വീണിട്ട് കോൺകേവ് ലെൻസിൽ നിന്ന് പാരലൽ ആയിട്ട് ലൈറ്റ് ബീം പുറത്തു പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് f1 ആൻഡ് f2, ലെൻസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് d. അപ്പോൾ ഈ പാരലലായിട്ട് വരുന്ന ലൈറ്റ് ബീം പാരലലായിട്ട് തന്നെ പുറത്തു പോകണമെങ്കിൽ ഇതിൻ്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആയിരിക്കണം. അതായത് എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുമ്പോൾ f1 f2 ബൈ f1 പ്ലസ് f2 മൈനസ് d ഈക്വൽ ടു ഇൻഫിനിറ്റി ആയിരിക്കണം. അപ്പോൾ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതിൻ്റെ ഡിനോമിനേറ്റർ 0 ആയിരിക്കണം.
അപ്പോൾ ഡിനോമിനേറ്റർ 0 ആയിരിക്കുക എന്ന് പറയുമ്പോൾ F1 പ്ലസ് F2 ഈക്വൽ ടു D എന്ന് പറയും. അപ്പോഴാണ് ഡിനോമിനേറ്റർ 0 വരിക. ഇവിടെ കോൺവെക്സിന്റെ ഫോക്കൽ ലെങ്ത് 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. കോൺകേവിന്റെ ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്നത് എത്രയാണ്? ദാറ്റ്സ് 5 സെന്റിമീറ്റർ ആണ്. സോ കോൺകേവ് ആയതുകൊണ്ട് -5 എന്ന് എഴുതാം. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലെൻസ് 15 സെന്റിമീറ്റർ എന്ന് കിട്ടും. ചില കുട്ടികൾക്ക് ഒരു പക്ഷേ ഈ കണ്ടീഷൻ ഡയറക്റ്റ് ആയിട്ട് തന്നെ അറിയുന്നുണ്ടാവും. ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ട് പാരലൽ ആയിട്ട് തന്നെ പോകണമെങ്കിൽ ലെൻസുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് അതിൻ്റെ ഫോക്കൽ ലെങ്ത്തുകളുടെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ കോൺവെക്സ് ലെൻസിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവും കോൺകേവ് ലെൻസിൽ നെഗറ്റീവുമാണ്. ആ കാര്യം മാത്രം ഓർമ്മിച്ച് വെച്ചാൽ മതി. സോ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 15 സെന്റിമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് ഈസ് കണക്റ്റഡ് അക്രോസ് ആൻ AC സോഴ്സ് ഓഫ് വോൾട്ടേജ് V given by V equal to V0 sin omega t. Okay. The displacement current between the plates of the capacitor would then be given by. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്, ഈ കറണ്ട് എന്ന് പറയുന്നത് വോൾട്ടേജ് ബൈ എക്സി ആണ്, V ബൈ എക്സി ആണ്. അപ്പോൾ അത് വെച്ചിട്ട് V0 ബൈ 1 ബൈ ഒമേഗ സി വരും ഇൻറ്റു സൈൻ ഒമേഗ ടിക്ക് പകരം നമ്മൾ കറണ്ടും വോൾട്ടേജും π/2 ഡിഫറൻസിലാണ് വരിക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ കോസ് ഒമേഗ ടി എഴുതാം. കാരണം വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് π/2 ആണ്. അങ്ങനെ വരുമ്പോൾ V0 ഒമേഗ സി ഇൻറ്റു കോസ് ഒമേഗ ടി കിട്ടും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതാണ് ഇവിടെ ഓപ്ഷൻ വരിക. V0 ഒമേഗ സി ഉണ്ട്, ആ സി ഇവിടെ വിട്ടുപോയതാണ്, ഇൻറ്റു കോസ് ഒമേഗ ടി. V0 ഒമേഗ സി ഇൻറ്റു കോസ് ഒമേഗ ടി ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A small block slides down a smooth inclined plane starting from rest at time t equal to 0. Let Sn be the distance travelled by the block in the interval t equal to n-1 to t equal to n. Then the ratio is. Okay. അതായത് Sn be the displacement, അതായത് nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ആണ് Sn. ഈ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? u പ്ലസ് ഹാഫ് എ ഇൻറ്റു 2n-1 ആണ്. അവിടെ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് Sn ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് Sn ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ബ്ലോക്കിൻ്റെ ഇൻ്റർവെൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഫുള്ളായിട്ട് ഇതിനകത്ത് വന്നിട്ടില്ല, Sn ഡിവൈഡഡ് ബൈ Sn പ്ലസ് 1 ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ u എന്തായാലും 0 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ എന്ത് വരും? ഹാഫ് എ ഇൻറ്റു 2n-1 ഡിവൈഡഡ് ബൈ, ഇത് Sn ആണ്, Sn+1 ആകുമ്പോൾ ഇവിടെ n-ന് പകരം n+1 കൊടുത്താൽ എന്ത് വരും? ഹാഫ് എ ഇൻറ്റു n-ന് പകരം n+1 കൊടുത്താൽ 2n+1 വരും. അപ്പോൾ ഹാഫ് എ കട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2n-1 ബൈ 2n+1 ആയിരിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ഇൻ nth സെക്കൻഡ് ഉപയോഗിക്കുക. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റും n+1 സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ അതിനകത്ത് n-ന് പകരം n+1 റീപ്ലേസ് ചെയ്താൽ ഡിനോമിനേറ്ററിൽ 2n+1 വരും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, സെക്കൻഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഈസ് റിലീസ്ഡ് ഫ്രം ഹൈറ്റ് s ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത്. അറ്റ് എ സർട്ടൻ ഹൈറ്റ് ഇറ്റ്സ് കൈനറ്റിക് എനർജി ഈസ് 3 times ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. ദ ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ആൻഡ് ദ സ്പീഡ് ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് ദാറ്റ് ഇൻസ്റ്റന്റ് ആർ. അതായത് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ ഇവിടെ പറയണത്, ഒരു പാർട്ടിക്കിളിനെ നമ്മൾ എസ് ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യണം. എസ് ഹൈറ്റിൽ നിന്ന് ഒരു പാർട്ടിക്കിളിനെ ഡ്രോപ്പ് ചെയ്തു. ഓക്കെ, ഈ പാർട്ടിക്കിൾ പിന്നീട് എച്ച് ഹൈറ്റിൽ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റിയാണ് വി. ഇനീഷ്യൽ വെലോസിറ്റി 0. ആ വി ഒന്നും ഇവിടെ പറയുന്നത്, വി നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, അറ്റ് എ സർട്ടൻ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈറ്റ് എച്ച് ആണ്. ഇറ്റ്സ് കൈനറ്റിക് എനർജി 3 times ഇറ്റ്സ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ഹൈറ്റിൽ ഇതിൻ്റെ കൈനറ്റിക് എനർജി അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയുടെ 3 times ആണ്. ഓക്കെ, അപ്പോൾ കൈനറ്റിക് എനർജിയെ നമുക്ക് ഹാഫ് mv² എന്ന് എഴുതാം, പൊട്ടൻഷ്യൽ എനർജിയെ നമുക്ക് mgh എന്ന് എഴുതാം. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു ഹാഫ് m ഇൻറ്റു ഇവിടുത്തെ ഡ്രോപ്പ് ചെയ്യുന്ന വെലോസിറ്റി 0, ഇവിടെ എത്തുമ്പോഴുള്ള വെലോസിറ്റി v. ഈ ഡിസ്പ്ലേസ്മെന്റ് പിക്ചർ നോക്കി അറിയാം, s-h ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ v² ഈക്വൽ ടു u² പ്ലസ് 2as ഉപയോഗിക്കാം. 0² പ്ലസ് 2g ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റിന് പകരം നമുക്ക് s-h കൊടുത്താൽ നമുക്ക് 3mgh എന്ന് കിട്ടും.
ഇതിൽ എം ജി രണ്ട് സൈഡും കട്ട് ചെയ്യാം, 2 കട്ട് ചെയ്യാം. അപ്പോൾ എം ജി രണ്ട് സൈഡിലും കട്ട് ചെയ്ത് 2 കട്ട് ചെയ്താൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? എസ് മൈനസ് എച്ച് ഈക്വൽ ടു 2ഉം 2ഉം കട്ടായി, എം ജി രണ്ട് സൈഡിലും കട്ടായി, ഈക്വൽ ടു 3h വരും. അപ്പോൾ എച്ച് ഈക്വൽ ടു S/4 എന്ന് കിട്ടും. പക്ഷേ S/4 വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്, 3 ഓപ്ഷനിൽ S/4 തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ സ്പീഡും കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ സ്പീഡ് കണ്ടുപിടിക്കാനായിട്ട് ബ്രാക്കറ്റിനകത്ത ടേമിന് ഉപയോഗിച്ചാൽ മതി. എന്താണ്? V² ഈക്വൽ ടു 0² വേണ്ട, 2g ഇൻറ്റു എസ് മൈനസ് എച്ച്, 2g ഇൻറ്റു എസ് മൈനസ് എച്ച്. എച്ചിൻ്റെ വാല്യൂ എത്ര? S/4. അപ്പോൾ നമുക്ക് എന്താ വരും? ഇവിടെ വരിക, ഇത് 3s/4 വരും. 3s/4 വരുമ്പോൾ 2g ഇൻറ്റു 3s/4 വന്നാൽ v ഈക്വൽ ടു റൂട്ട് ഓഫ് 2 കട്ടാവുമ്പോൾ 3gs/2 എന്ന് കിട്ടും. അപ്പോൾ വെലോസിറ്റി റൂട്ട് ഓഫ് 3gs/2 വരുന്നത് ഓപ്ഷൻ 4 ആണ്. സോ ഓപ്ഷൻ 4 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇവിടെ ഡിനോമിനേറ്ററിൽ ടൂവിന് റൂട്ടില്ല, അതുകൊണ്ടാണ് 2 നമ്മൾ ചൂസ് ചെയ്യാത്തത്. ഇവിടെ റൂട്ട് കോമൺ ആയിട്ടാണ് വരുന്നത്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ എന്താ? വർക്ക് ഫോർ എനർജിയിൽ പഠിച്ചിട്ടുള്ള ഒരു ഫ്രീലി ഫാളിംഗ് ബോഡിയിൽ അതിൻ്റെ കൺസർവേഷൻ ഓഫ് എനർജി ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന വളരെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റൻ ആണ്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻസ് ഓഫ് മോഷന് പിന്നെ എനർജി കൺസർവേഷൻ മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. അല്ലാതെ ഒരു ഹയർ ലെവൽ ഓഫ് സംഭവങ്ങളൊന്നും ഇതിനകത്ത് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ എ പൊട്ടൻഷ്യോമീറ്റർ സർക്യൂട്ട് എ സെൽ ഓഫ് EMF 1.5 വോൾട്ട് ഗീവ്സ് ബാലൻസ് പോയിന്റ് 36 സെന്റിമീറ്റർ. അതായത് സെക്കൻഡറി സർക്യൂട്ടിൽ 1.5 വോൾട്ട് EMF ഉള്ള ഒരു സെല്ല് ഉണ്ടാക്കുന്ന ബാലൻസിങ് ലെങ്ത് 36 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇഫ് അനദർ സെൽ ഓഫ് EMF 2.5 വോൾട്ട്, വേറൊരു സെല്ലിന്റെ EMF 2.5 വോൾട്ട് ആണ്, അതുണ്ടാക്കുന്ന ബാലൻസിങ് ലെങ്ത്, വാട്ട് ഈസ് ദ ബാലൻസിങ് ലെങ്ത് എന്നാണ് ചോദിച്ചത്. ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? L2/L1 ഈക്വൽ ടു E2/E1. അപ്പോൾ L2 ഈക്വൽ ടു L1 36 ആണ്, 36 ഇൻറ്റു 2.5/1.5. അപ്പോൾ 2.5/1.5 5/3 ആണ്. അപ്പോൾ 3ഉം 36ഉം കട്ട് ചെയ്താൽ 12 വരും. 12 ഇൻറ്റു 5 വരുമ്പോൾ ഇറ്റ് ഈസ് 60 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ഓപ്ഷൻ. 60 സെൻറ്റിമീറ്റർ ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ, for a plane electromagnetic wave propagate in x direction, which one of the following combination gives the correct possible direction for electric field E and magnetic field B respectively? ഇവിടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന x ഡയറക്ഷനിലാണ്. അപ്പോൾ ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷനിൽ ഐ ക്യാപ്പ് വരില്ല. കാരണം ഐ ക്യാപ്പ് ഓൾറെഡി വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ ഡയറക്ഷനിലാണ്. അപ്പോൾ ജെ ക്യാപ്പിൻ്റെയും കെ ക്യാപ്പിൻ്റെയും കോമ്പിനേഷൻ ആയിട്ടായിരിക്കും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വരിക. മാത്രമല്ല ഈ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ 1 നോക്കാം. ഓപ്ഷൻ 1ൽ 2 കോമ്പണൻറ്റും ഒന്ന് തന്നെയാണ്, അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ല, അതുകൊണ്ട് അത് വരില്ല. ഓപ്ഷൻ 4 നോക്കൂ, അവിടെയും 2 കോമ്പണൻറ്റും ഒന്ന് തന്നെയാണ്, അത് പെർപെൻഡിക്കുലർ അല്ല. ഇനി ഈ മൂന്നാമത്തെ ഓപ്ഷൻ നോക്കിക്കോളൂ, ഒന്ന് J+K മറ്റത് -J-K അത് J+K എന്നുള്ള വെക്ടർ ഏത് ഡയറക്ഷനിലാണോ വരുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് -J-K എന്നുള്ള വെക്ടർ വരുന്നത്. അപ്പോൾ എന്തായാലും ഇതും ഓപ്ഷൻ അല്ല. അപ്പോൾ ഈ 3 ഓപ്ഷനും പോയ സ്ഥിതിക്ക് പിന്നെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും. കാരണം -J+K -J-K മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. നമുക്കത് വേണമെങ്കിൽ ഒന്ന് മനസ്സിലാക്കാം എങ്ങനെയാണെന്നുള്ളത്. J and K -K. അപ്പോൾ ഈ വെക്ടർ നോക്കൂ, ഒരു വെക്ടർ -J+K. അപ്പോൾ -J+K എന്ന് പറയുമ്പോൾ ആ വെക്ടർ ഇങ്ങനെ വരും. ഇനി അടുത്തത് -J-K എന്ന് പറയുമ്പോൾ ആ വെക്ടർ ഇങ്ങനെ വരും. അപ്പോൾ ഈ വെക്ടറുകൾ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വരും. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷനാണ്. ആക്ച്വലി ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, കാരണം 2 ഓപ്ഷനിൽ 2 വെക്ടറുകൾ ഈക്വൽ ആണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും റെപ്രസെൻ്റ് ചെയ്യില്ല. ഈ ഓപ്ഷനിൽ
ജെ പ്ലസ് കെയും മൈനസ് ജെ മൈനസ് കെയും ഓപ്പോസിറ്റ് ആണ്, അപ്പോൾ അതും വരില്ല. പിന്നെ റിമൈനിങ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ മാത്രമായതുകൊണ്ട് പ്രത്യേകിച്ച് ക്രോസ് ചെക്ക് ചെയ്യാതെ തന്നെ നമുക്ക് ചൂസ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാവുന്നതാണ്. പോളാർ മോളിക്യൂൾസ് ആർ ദ മോളിക്യൂൾസ്. നമുക്കറിയാം പോളാർ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പെർമനന്റ് ഡൈപോൾ മൊമെന്റ് ഉള്ള മോളിക്യൂളിനെയാണ് പോളാർ മോളിക്യൂൾ എന്ന് പറയുന്നത്. പക്ഷെ നോൺ പോളാർ മോളിക്യൂൾ ആണെങ്കിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താൽ മാത്രമേ അതിൽ ഡൈപോൾ മൊമെന്റ് ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ പോളാർ മോളിക്യൂൾ ഹാവിംഗ് എ പെർമനന്റ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, നാലാമത്തെ ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ. The velocity of a small ball of mass m and density d when dropped in a container filled with a glycerin becomes constant after some time. If the density of glycerin is d by 2, then the viscous force acting on the ball. അതായത് എം മാസ് ഉള്ള ഒരു ബോള്, ഡി ഡെൻസിറ്റി ഉള്ള ഒരു ബോള്, അതൊരു ഫ്ലൂയിഡിലൂടെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ താഴേക്ക് വീഴാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ എത്ര വിസ്കസ് ഫോഴ്സ് ഉണ്ടാവും എന്നാണ് ചോദിച്ചത്. വിസ്കസ് ഫോഴ്സ് എന്ന് പറയുന്നത് 6πAη ആണ് എന്നറിയാമല്ലോ. വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി. പക്ഷെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കൂ, velocity become the velocity of a small ball of mass m and density d when dropped in a container filled with glycerin becomes constant. അതായത് വെലോസിറ്റി become constant എന്ന് പറയുമ്പോൾ അത് ടെർമിനൽ വെലോസിറ്റി ആണ്. അപ്പോൾ ടെർമിനൽ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 6πAη ഇൻറ്റു ടെർമിനൽ വെലോസിറ്റി കാണാൻ 2/9 ഇൻറ്റു റോ മൈനസ് സിഗ്മ ഇൻറ്റു എ സ്ക്വയർ ജി ബൈ ഈറ്റ എന്നാണ്. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈറ്റ കട്ട് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. ദാറ്റ്സ് ഈക്വൽ ടു ഈ 6/9 കട്ട് ചെയ്താൽ നമുക്ക് 4/3 വരും. അപ്പോൾ 4πA³ ഡിവൈഡഡ് ബൈ 4πA³ നമുക്കത് 3 കൊണ്ട് കട്ട് ചെയ്യാം. 3 കൊണ്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ 2 × 2 വരും. അപ്പോൾ 4/3. ഓക്കെ. 4πA³ ഡിവൈഡഡ് ബൈ 3. ഓക്കെ. ഇൻറ്റു നമുക്ക് ഈറ്റ ഇവിടെ കട്ട് ചെയ്ത് പോയി. റോ മൈനസ് സിഗ്മ, ബോളിൻ്റെ ഡെൻസിറ്റി ഡി ആണ്, ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി d/2 ആണ്. അപ്പോൾ റോ മൈനസ് സിഗ്മ d മൈനസ് d/2 എന്ന് പറയുമ്പോൾ അത് d/2 ആണ്. d/2. ഓക്കെ. ഇനി അടുത്തത് ഇൻറ്റു ജി വരും. ഓക്കെ. ഈ 4/3πA³ എന്ന് പറയുന്നത് വോളിയമാണ്. അപ്പോൾ അതിനെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു g/2 എന്ന് എഴുതാം. ഈ വോളിയം ഇൻറ്റു ഡെൻസിറ്റി മാസ് ആണ്. അപ്പോൾ നമുക്കതിനെ mg/2 എന്ന് എഴുതാം. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. mg/2 ഈസ് ദ റൈറ്റ് ഓപ്ഷൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് കോളം 1 ആൻഡ് കോളം 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് മാച്ച് ഫ്രം ദ ഗിവൺ ചോയ്സസ്. ഇത് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസിലെ 4 ഇക്വേഷൻസ് ആണ് അവിടെ ആവശ്യപ്പെടുന്നത്. അതായത് ആ ചാപ്റ്ററിലെ ബേസിക് ഇക്വേഷൻസ് മാത്രമാണ് അറിയേണ്ടത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊന്നും പറയാനല്ല. റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ് എന്ന് പറയുന്നത് √3RT/m ആണ്. പ്രഷർ എക്സേർട്ടഡ് ബൈ ഐഡിയൽ ഗ്യാസ് 1/3 nm(v'² ആണ്. v' RMS വെലോസിറ്റി, റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി. ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ 3/2 kBT ആണ്. ടോട്ടൽ ഇന്റേണൽ എനർജി ഓഫ് 1 mole ഓഫ് ഡയറ്റോമിക് ഗ്യാസ് 5/2 RT ആണ്. അപ്പോൾ എയിനെ ക്യൂയിലേക്ക് മാച്ച് ചെയ്യുന്ന 2 ഓപ്ഷൻസ് വരുന്നുണ്ട്. ഓക്കെ. നമുക്ക് അടുത്ത് നോക്കാം. ബിനെ പിയിലേക്ക് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻസ്, എയിനെ ക്യൂയിലേക്ക് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് 2 ഉണ്ടെങ്കിലും ബിനെ പിയിലേക്ക് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ അത് 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അത് തേർഡ് ഓപ്ഷൻ ആണ്. ബാക്കിയുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് തേർഡ് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ വരുന്നത്. Water falls from a height 60 meter at the rate of 15 kg/s to operate a turbine. The loss due to frictional force are 10% of the input energy. How much power is generated by the turbine? അതായത് ഇവിടെ 60 മീറ്റർ ഹൈറ്റിൽ നിന്ന് വെള്ളം വന്ന് വീഴുകയാണ്. ടർബൈനിൻ്റെ മുകളിലാണ് വെള്ളം വന്ന് വീഴുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തുമാത്രം എനർജിയാണ് ടർബൈനിലേക്ക് ഇമ്പാർട്ട് ചെയ്യുന്നത് നോക്കാം.
താഴേക്ക് വീഴുന്ന വെള്ളത്തിന്റെ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് ടർബൈനിന്റെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഇത്രയും ഹൈറ്റിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുമ്പോൾ ടർബൈനിന് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജി, വെള്ളത്തിന്റെ ലോസ് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് mgh. അപ്പോൾ ഒരു സെക്കൻഡിൽ 15 കിലോഗ്രാം വെള്ളമാണ് താഴെ വീഴുന്നത്. 15 ഇൻറ്റു ജിയുടെ വാല്യൂ നമുക്ക് 10 എടുക്കാൻ ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ഹൈറ്റ് 60 മീറ്റർ ആണ്. അപ്പോൾ 15 ഇൻറ്റു 6 ചെയ്യുകയാണെങ്കിൽ നമുക്ക് 9000 ജൂൾ എന്ന് കിട്ടും. 9000 ജൂൾ. ഇനി ഇതിൻ്റെ 10% ലോസ് ആവുകയാണ്. 10% ലോസ് ആവുകയാണെങ്കിൽ ബാക്കി കിട്ടുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ 90% മാത്രമായിരിക്കും. അപ്പോൾ പവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എനർജി ബൈ സെക്കൻഡ് ആണ്. അതായത് അപ്പോൾ പവർ ചോദിക്കുകയാണെങ്കിൽ ഈ 10% കുറച്ച് ബാക്കി 90% ആണ് വരിക. അപ്പോൾ 90% വരിക എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 0.9 ഇൻറ്റു 9000 വരും. 0.9 ഇൻറ്റു 9000 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 8100 വരും. 8100. അപ്പോൾ ദാറ്റ് ഈസ് 8.1 കിലോ വാട്ട് ആയിരിക്കും പവർ വരിക. സോ 8.1 കിലോ വാട്ട് സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഇതും വർക്ക് പവർ എനർജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പവർ കാണാനുള്ള ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് a lens of large focal length and large aperture is best suited as an objective of an astronomical telescope since ഒരു വലിയ ഫോക്കൽ ലെങ്ത്തും വലിയ ഡയമീറ്റർ ഓഫ് അപ്പേർച്ചർ ഉള്ള ലെൻസാണ് ടെലസ്കോപ്പിൽ ഒബ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നത്. ഈ വലിയ ഫോക്കൽ ലെങ്ത് ഉപയോഗിക്കണത് എന്തിനാ വെച്ചാൽ നല്ല മാഗ്നിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി വലിയ അപ്പേർച്ചർ എന്തിനാണ്? അത് ഇമേജിന് കൂടുതൽ റെസൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ടാണ്. അപ്പോൾ നല്ല മാഗ്നിഫിക്കേഷൻ ഉണ്ടാവും. ഫോക്കൽ ലെങ്ത് കൂടുതലായതുകൊണ്ട് നല്ല മാഗ്നിഫിക്കേഷൻ ഉണ്ടാവും. അപ്പർച്ചർ കൂടുതലായതുകൊണ്ട് ഇമേജിന് നല്ല റെസൊല്യൂഷൻ ഉണ്ടാവും. മാത്രമല്ല ലെൻസിന് വലിപ്പം കൂടുതലായതുകൊണ്ട് എമൗണ്ട് ഓഫ് ലൈറ്റ്, കടത്തിവിടുന്ന എമൗണ്ട് ഓഫ് ലൈറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ലാർജ് അപ്പർച്ചർ കോൺട്രിബ്യൂട്ട് ടു ദ ക്വാളിറ്റി ആൻഡ് വിസിബിലിറ്റി ഓഫ് ദ ഇമേജ്. കറക്റ്റാണ്. വലിയ ലെൻസ് ആണെങ്കിൽ കൂടുതൽ ലൈറ്റിനെ കടത്തിവിടുമ്പോൾ ഒരു ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റിന്റെ കണ്ടന്റ് കൂടുമ്പോൾ അതിന്റെ ക്വാളിറ്റി കൂടുന്നു. ലാർജ് ഏരിയ ഓഫ് ദ ഒബ്ജക്റ്റീവ് എൻഷുർ ബെറ്റർ ലൈറ്റ് ഗാദറിംഗ് പവർ. കറക്റ്റാണ്, നേരത്തെ പറഞ്ഞ പോലെ. എ ലാർജ് അപ്പർച്ചർ പ്രൊവൈഡ് ബെറ്റർ റെസൊല്യൂഷൻ. ഓക്കെ, അതും കറക്റ്റാണ്. അപ്പോൾ ഈ എല്ലാ സ്റ്റേറ്റ്മെന്റുകളും കറക്റ്റ് ആയതുകൊണ്ട് നാലാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. ഇലക്ട്രോൺ കോൺസെൻട്രേഷൻ ഇൻ ആൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ഈസ് ദ സെയിം ആസ് ഹോൾ കോൺസെൻട്രേഷൻ ഇൻ എ പി ടൈപ്പ് സെമി കണ്ടക്ടർ. An external field is applied across each of them. Compare the current in them. അപ്പോൾ നമ്മളൊരു മെറ്റീരിയലിലൂടെ കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ N ഇൻറ്റു എ ഇൻറ്റു ഇ ഇൻറ്റു വി ഡി. N നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺ, എ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ ചാർജ്, വി ഡി ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പോൾ ഇത് ഇലക്ട്രോൺ കറണ്ട് ആണെങ്കിൽ ഹോൾ കറണ്ട്, നമ്പർ ഡെൻസിറ്റി ഓഫ് ഇലക്ട്രോൺസും ഹോൾസും സെയിം ആണ്. പക്ഷേ ഹോൾ കറണ്ട് ആവുമ്പോൾ N ഇൻറ്റു എ ഇൻറ്റു ഇ ഇൻറ്റു വി ഡി ഡാഷ് എന്ന് എഴുതാം. അത് ഹോളിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇലക്ട്രോണിൻ്റെതിനേക്കാൾ കുറവാണ്. ഹോളിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി ഇലക്ട്രോണിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയേക്കാൾ കുറവായതുകൊണ്ട് ഹോൾ കറണ്ട് ഇലക്ട്രോൺ കറണ്ടിനേക്കാൾ കുറവായിരിക്കും. അതായത് ഇലക്ട്രോൺ കറണ്ട് ആണ് എൻ ടൈപ്പിലെ കറണ്ട് ആയിരിക്കും. കറണ്ട് ഇൻ എൻ ടൈപ്പ് ഈസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ഇൻ പി ടൈപ്പ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് കാണാൻ പറ്റും. A nucleus with mass number 240 breaks into two fragments each of mass number 120. The binding energy per nucleon of unfragmented nucleus is 7.6 MeV, while that of fragments is 8.5 MeV. The total gain in the binding energy in the process is. അതായത് 240 മാസ് നമ്പർ ഉള്ള ഒരു ന്യൂക്ലിയസ് 240. ഇതിൻ്റെ EBN ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് 7.6 MeV ആണ്. ഇത് 120യുടെ 2 ന്യൂക്ലിയസ് ആയി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ 120യുടെ ന്യൂക്ലിയസ് ആയി സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ 8.5 MeV ആണ്. അതായത് സ്പ്ലിറ്റ് ചെയ്തത് കാരണം
ഒരു ന്യൂക്ലിയോണിന്റെ ബൈൻഡിങ് എനർജിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം എന്ന് പറയുന്നത് 7.6 ഉള്ളത് 8.5 ആയി മാറുകയാണ്. അപ്പോൾ എത്രയാണ് ഒരു ന്യൂക്ലിയോണിന്റെ ബൈൻഡിങ് എനർജിയിൽ ഉണ്ടാവുന്ന വ്യത്യാസം? ദാറ്റ് ഈസ് 8.5 മൈനസ് 7.6. അങ്ങനെ എത്ര ന്യൂക്ലിയോണുകൾ ഉണ്ട്? റിയാക്ഷന് മുമ്പ് ശേഷം ഒക്കെ 240 ന്യൂക്ലിയോണുള്ളത്, 240 ആണ്. ഇതായിരിക്കും എനർജി റിലീസ്ഡ്. അപ്പോൾ റിയാക്ഷന് ശേഷമുള്ള ബൈൻഡിങ് എനർജി മുമ്പുള്ള ബൈൻഡിങ് എനർജീൻ്റെ ഡിഫറൻസ് കാണുന്നു. ഡിഫറൻസ് കണ്ടാൽ നമുക്ക് 0.9 എന്ന് കിട്ടും. ഇൻറ്റു 240 ചെയ്താൽ 216 MeV. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള ടോപ്പിക്കിനകത്ത് ടെക്സ്റ്റിൽ കൊടുത്ത എക്സാമ്പിളാണ് ഇത്. ടെക്സ്റ്റിൽ തന്നെ കൊടുത്തിട്ടുള്ള ഒരു എക്സാമ്പിളാണിത്. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുള്ള ആൾക്കാർ എന്തായാലും ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ ചെയ്യാനും പറ്റും. അടുത്തത്, ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഗ്രാഫാണ്. മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം. എ തിക്ക് കറന്റ് carrying cable of radius r carries current I uniformly distributed across its cross section. The variation of magnetic field B of r due to the cable with the distance r from the axis of the cable is represented. അതായത് ഒരു തിക്ക് വയറ്, ഓക്കെ, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് r ഡിസ്റ്റൻസിൽ ഇതിനകത്തെ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി μ0/4π × 2IR/r² ആണ്. അതായത് ഈ തിക്ക് വയറിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. അതായത് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിനോട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇനി ആ കേബിളിന് പുറത്തുള്ള ഒരു പോയിന്റിൽ അറ്റ് എ ഡിസ്റ്റൻസ് r ഫ്രം ദ സെൻറ്റർ ഔട്ട്സൈഡ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി μ0/4π × 2I/r ആണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. അപ്പോൾ റോഡിനകത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണെങ്കിൽ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരുന്നുണ്ട്, ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരുന്നുണ്ട്. അപ്പോൾ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ട്. പക്ഷേ റോഡിന് പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. അപ്പോൾ എന്തായാലും ഹൈപ്പർബോളിക് ആണ് വരിക. അപ്പോൾ ആദ്യം ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആകുമ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈനും, പിന്നെ ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r ആകുമ്പോൾ ഒരു ഹൈപ്പർബോളിക് ഗ്രാഫും കൂടെ വരും. അപ്പോൾ ഈ തേർഡ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ. ഇത് മൂവിംഗ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഒരു എക്സാമ്പിളിൽ കൊടുത്തിട്ടുള്ള ഗ്രാഫ് തന്നെയാണ്. ഓക്കെ, അടുത്തത്, two charged spherical conductors of radius r1 and r2 are connected by a wire. Then the ratio of surface charge densities of the spheres. ഇവിടെ രണ്ട് സ്പിയേഴ്സ് ഉണ്ട്. ഈ സ്പിയേഴ്സിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഒന്ന് r1, ഒരു സ്പിയറിൻ്റെ റേഡിയസ് r1, അടുത്ത സ്പിയറിൻ്റെ റേഡിയസ് r2. ഈ രണ്ട് സ്പിയറുകളെ ഒരു വയർ കൊണ്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ രണ്ട് സ്പിയറിനും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും, V1 = V2. അപ്പോൾ ആദ്യത്തെ സ്പിയറിൻ്റെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? K × Q1/R1 = രണ്ടാമത്തത് K × Q2/R2. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ഈ ചാർജ് Q1, ഈ ചാർജിനെ ചാർജ് ഡെൻസിറ്റി ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. σ1 × 4πr1² /r1 അടുത്ത Q2 σ2 × 4πr2² /r2. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എന്ത് വരും? σ1/σ2. ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് r2/r1 ആണെന്ന് കിട്ടും. അപ്പോൾ σ1/σ2 = r2/r1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും അവിടെ കറക്റ്റ് ഓപ്ഷൻ. If E and G respectively denote energy and gravitational constant, then has the dimension of E/G. E എന്ന് പറയുന്നത് എനർജി ആണ്. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ mL²T⁻² ആണ്. ഇനി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് G, ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ ഡയമെൻഷൻ എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ഡയമെൻഷൻ അറിയുന്ന ആളുകളാണെങ്കിൽ ഞാൻ ചെയ്യുന്നതിനേക്കാൾ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. F = Gm²/d² എന്നെടുക്കാം. അപ്പോൾ ജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ mLT⁻².
ഇൻറ്റു ഡി സ്ക്വയർ വരുമ്പോൾ എൽ സ്ക്വയർ ബൈ എം സ്ക്വയർ വരും. അപ്പോൾ എന്താ ഡയമെൻഷൻ വരിക? എം റേസ് ടു -1 ഇൻറ്റു എൽ ക്യൂബ് ഇൻറ്റു ടി റേസ് ടു -2. അപ്പോൾ ഡയമെൻഷൻ ഓഫ് ഇനെ ഡയമെൻഷൻ ഓഫ് ജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്താ വരിക വെച്ചാൽ എം സ്ക്വയർ ഇൻറ്റു എൽ റേസ് ടു -1 ഇൻറ്റു ടി റേസ് ടു 0 എന്ന് വരും. അപ്പോൾ എം സ്ക്വയർ എൽ റേസ് ടു -1 ടി റേസ് ടു 0 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. A spring is stretched by 5 cm by a force 10 Newton. The time period of oscillation when a mass of 2 kg is suspended by it is. ഒരു സ്പ്രിങ്ങിനെ 10 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് സ്ട്രെച്ച് ചെയ്യണം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് എം ജി ഈക്വൽ ടു കെ എക്സ് എന്ന് എഴുതാം. നമ്മൾ 10 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് വെയിറ്റ് കെട്ടി തൂക്കുകയാണെങ്കിൽ എം ജി ഈക്വൽ ടു കെ എക്സ്. അതല്ല നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എഫ് ഈക്വൽ ടു കെ എക്സ്. അപ്പോൾ എത്രയാണ് ഫോഴ്സ്? 10 ന്യൂട്ടൺ ആണ്. എത്രയാണ് ഇലോങ്ങേഷൻ? 5 സെൻറ്റിമീറ്റർ ആണ്, അതായത് 0.05 ആണ്. അപ്പോൾ സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ് 10/0.05 എന്ന് പറയുമ്പോൾ 200 ന്യൂട്ടൺ പെർ മീറ്റർ വരും. 200 ന്യൂട്ടൺ പെർ മീറ്റർ ആണ് സ്പ്രിംഗ് കോൺസ്റ്റൻറ്റ്. ഇനി പറയുന്നത് അതിൽ 2 കിലോഗ്രാം മാസ് സസ്പെൻഡ് ചെയ്യാണ്. അപ്പോൾ വാട്ട് ഈസ് ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ? അപ്പോൾ ടൈം പീരീഡ് ഓഫ് ഓസിലേഷൻ 2π ഇൻറ്റു റൂട്ട് ഓഫ് എം ബൈ കെ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2π ഇൻറ്റു റൂട്ട് ഓഫ് മാസ് എത്രയാ? മാസ് 2 കിലോഗ്രാം ആണ്. 2/k എത്രയാണ്? 200 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2π/10 എന്ന് വരും. അത് 2/200 പറഞ്ഞാൽ കട്ട് ചെയ്യുമ്പോൾ 100ന്റെ റൂട്ട് 10. അപ്പോൾ എത്രയാ വരിക? 6.28/10 വരുമ്പോൾ 0.628 സെക്കൻഡ് കിട്ടും. 0.628 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഫോർത്ത് ഓപ്ഷൻ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. ഇത് ഓസിലേഷനിലുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്, ടൈം പീരീഡ് കാണാനുള്ള. ഓക്കെ. അടുത്ത് വേറൊരു മാച്ചിങ് ക്വസ്റ്റൻ ആണ്. കോളം 1 gives certain physical terms associated with flow of current through metallic conductor. Column 2 gives some mathematical relation involving electrical quantities. Match column 1 and column 2 with the appropriate relations. ഇത് പറയുന്ന പോലെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ നമ്മൾ ഇപ്രാവശ്യം കുറേ ഇക്വേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ ഇക്വേഷൻസ് തറവായിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ഇതെനിക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും ചെയ്യാനില്ല ഈ ക്വസ്റ്റനിൽ. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് E/m × τ ആണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി റോ ഈക്വൽ ടു E/J ആണ്. ആൻഡ് റിലാക്സേഷൻ പീരീഡ് എന്ന് പറയുമ്പോൾ m/n² റോ. ആൻഡ് കറണ്ട് ഡെൻസിറ്റി ഈക്വൽ ടു NeVd. ഓക്കെ. ഇത് ഇക്വേഷൻസ് ഡയറക്റ്റ് പഠിച്ച ആൾക്കാർക്ക് ചെയ്യാം, അത്രയേ ഉള്ളൂ. അപ്പോൾ എയിൽ നിന്ന് ആറിലേക്ക് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻസ് 3 വരുന്നുണ്ട്. 1, 2, 4 വരുന്നുണ്ട്. അടുത്ത് നോക്കാം. ബിയിൽ നിന്ന് നമ്മൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റിവിറ്റി ബിയിൽ നിന്ന് E/Jയിലേക്ക് എസ്സിലേക്ക് മാച്ച് ചെയ്യുന്നു. അപ്പോൾ ബിയിൽ നിന്ന് എസ്സിലേക്ക് മാച്ച് ചെയ്യുന്ന അത് 2 വരുന്നുണ്ട്. 1ഉം 2ഉം വരുന്നുണ്ട്. അപ്പോൾ അടുത്തും കൂടെ നോക്കാം. സിയിൽ നിന്ന് പിയിലേക്ക് മാച്ച് ചെയ്യുന്നത് ഓപ്ഷൻ 1 മാത്രമാണ്. സിയിൽ നിന്ന് പിയിലേക്ക് മാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. അടുത്ത് a dipole is placed in an electric field as shown. In which direction will it move? അവിടെ നോക്കാം. 2 കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഒന്ന്, ഈ ഇലക്ട്രിക് ഫീൽഡ് ഡൈവേർജിങ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ +q ഇരിക്കുന്നത് എവിടെയാണ്? ഒരു സ്ട്രോങ് ഇലക്ട്രിക് ഫീൽഡിലാണ്. -q ഇരിക്കുന്നത് ഒരു വീക്ക് ഇലക്ട്രിക് ഫീൽഡിലാണ്. അപ്പോൾ അതുകൊണ്ട് +qൻ്റെ മുകളിലുള്ള ഫോഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. +q എന്നുള്ള ചാർജ് എക്സ്പീരിയൻസ് ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. -q എന്നുള്ള ചാർജ് എക്സ്പീരിയൻസ് ഫോഴ്സ് ഓപ്പോസിറ്റ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. പക്ഷേ സ്ട്രോങ്ങർ ഫോഴ്സ് +qൻ്റെ മുകളിലാണ്. അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് ആക്സിലറേറ്റ് ചെയ്യും. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് ഒരു പോസിറ്റീവ് ചാർജ് ആക്സിലറേറ്റ് ചെയ്താൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കുറയും. അപ്പോൾ ഏത് ഓപ്ഷൻ വരാം? ആക്സിലറേറ്റ് ടുവേർഡ്സ് റൈറ്റ് ആസ് ദ പൊട്ടൻഷ്യൽ എനർജി വിൽ ഡിക്രീസ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും അവിടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് എ ആൻഡ് ബി ആൻഡ് ഐഡന്റിഫൈ ദ കറക്റ്റ് ആൻസർ. ഫസ്റ്റ് നോക്കൂ. എ സെനർ ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ റിവേഴ്സ് ബയാസ് വെൻ യൂസ്ഡ് ആസ് എ വോൾട്ടേജ് റെഗുലേറ്റർ.
വോൾട്ടേജ് റെഗുലേറ്റർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ സെനർ ഡയോഡ് റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ശരിയായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ദ പൊട്ടൻഷ്യൽ ബാരിയർ ഓഫ് പി എൻ ജംഗ്ഷൻ ലൈസ് ബിറ്റ്വീൻ 0.1 ആൻഡ് 0.3. അത് തെറ്റാണ്. 0.3 കൂടുതലായിരിക്കും പൊട്ടൻഷ്യൽ ബാരിയർ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ നമുക്ക് എ കറക്റ്റ് ആണ്, അതേസമയം ബി ഇൻകറക്റ്റ് ആണെന്ന് മനസ്സിലായാൽ നമുക്ക് മനസ്സിലാക്കാം ഓപ്ഷൻ 3, തേർഡ് ഓപ്ഷൻ ആയിരിക്കും അവിടെ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത സ്ക്രൂ ഗേജ് ഗീവ്സ് ദ ഫോളോയിങ് റീഡിങ്സ് when used to measure the diameter of wire, main scale reading 0 millimeter circular scale reading and 52 divisions given that 1 mm on main scale correspond to 100 divisions on the circular scale. The diameter of wire from the above data is. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റൻ ആണ്. വയറിന്റെ ഡയമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് ലീസ്റ്റ് കൗണ്ട് ഇൻറ്റു HSR ഹെഡ് സ്കെയിൽ റീഡിംഗ്. അപ്പോൾ മെയിൻ സ്കെയിൽ റീഡിംഗ് ഇവിടെ തന്നിരിക്കുന്നത് ഓൾറെഡി 0 ആണ്. ഇനി ലീസ്റ്റ് കൗണ്ട് എങ്ങനെ കാണും? 1 mm മെയിൻ സ്കെയിൽ ഡിവിഷൻ കറസ്പോണ്ട് ടു 100 ഡിവിഷൻ. ഒരു മെയിൻ സ്കെയിലിലെ 1 മില്ലിമീറ്റർ 100 ഡിവിഷന് കറസ്പോണ്ടിങ് ആണ്. അപ്പോൾ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുമ്പോൾ 1/100 മില്ലിമീറ്റർ ആണ്. 1/100 എന്ന് പറയുമ്പോൾ എത്രയാ? 0.01 ഇൻറ്റു. ഇനി ഹെഡ് സ്കെയിൽ റീഡിംഗ് തന്നിട്ടുണ്ട്, അത് 52 ഡിവിഷൻസ് ആണ്. 52. അപ്പോൾ എത്ര വരും? 0.01 ഇൻറ്റു 52 എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു 0.1 ഇൻറ്റു 5.2, ദാറ്റ് ഈസ് 0.52 മില്ലിമീറ്റർ. അപ്പോൾ നമുക്കിവിടെ സെന്റിമീറ്ററിലാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ 0.52 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 0.052 സെന്റിമീറ്റർ. 0.052 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും അവിടെ കറക്റ്റ് ഓപ്ഷൻ വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റൻ, ആൻ ഇൻഡക്ടർ ഓഫ് ഇൻഡക്ടൻസ് L, a capacitor of capacitance C, a resistor of resistance R are connected in series to an AC source of potential difference V volt as shown in figure. Potential difference across L, C and R is 40 volt, 10 volt and 40 volt respectively. The amplitude of current flowing through LCR series circuit is 10√2 ampere. The impedance of the circuit is. നമുക്ക് ഇംപെഡൻസ് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഇംപെഡൻസ് Z ഈക്വൽ ടു റിസൾട്ടന്റ് വോൾട്ടേജ് ബൈ കറണ്ട്. ഈ റിസൾട്ട് LCR സർക്യൂട്ടിലെ റിസൾട്ടന്റ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VL മൈനസ് VC ദ ഹോൾ സ്ക്വയർ പ്ലസ് VR സ്ക്വയർ ബൈ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ് I. അപ്പോൾ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് VL 40 ആണ്, VC 10 ആണ്. അപ്പോൾ 40 മൈനസ് 10 എന്ന് പറയുമ്പോൾ 30 സ്ക്വയർ പ്ലസ് VR എന്ന് പറയുമ്പോൾ 40 വോൾട്ട് ആണ് പ്ലസ് 40 സ്ക്വയർ ഡിവൈഡഡ് ബൈ കറണ്ടിന്റെ ആംപ്ലിറ്റ്യൂഡ്. കറണ്ട് ഇവിടെ 10√2 തന്നിട്ടുണ്ട് ബൈ 10√2. അപ്പം റൂട്ട് ഓഫ് 30 സ്ക്വയർ പ്ലസ് 40 സ്ക്വയർ എന്ന് പറയുമ്പോൾ 50 ആണ്. 50 ബൈ 10√2 എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ട് കിട്ടും 5/√2 ഓംസ്. ഡയറക്റ്റ് ക്വസ്റ്റൻ, ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A parallel plate capacitor has a uniform electric field in the space between the plates. If the distance between the plates is d and area of each plate is a, energy stored in the capacitor. ഒരു കാര്യം, ഇത് എനർജി ഡെൻസിറ്റി അല്ല. എനർജി ഡെൻസിറ്റി ഹാഫ് എപ്സിലോൺ 0 E² ആണ്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എനർജി സ്റ്റോർഡ് ആണ്, അത് ടോട്ടൽ എനർജിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഹാഫ് എപ്സിലോൺ 0 E² വോളിയം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുമ്പോൾ ടോട്ടൽ എനർജി സ്റ്റോർഡ് എന്തായിരിക്കും? അത് ഹാഫ് എപ്സിലോൺ 0 E² ഇൻറ്റു വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെ ഇതായിരിക്കും ടോട്ടൽ എനർജി സ്റ്റോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. Next question. An electromagnetic wave of wavelength lambda is incident on a photosensitive surface of negligible work function. If m is the mass is of photoelectron emitted from the surface has de Broglie wavelength lambda d, then നമുക്ക് ഈ ലാംഡയും ലാംഡ ഡിയും തമ്മിലുള്ള റിലേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു മെറ്റല് വന്ന് വീഴുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് വേവിന്റെ വേവ് ലെങ്ത് ലാംഡയാണ്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, കൈനറ്റിക് എനർജി ഓഫ് എമിറ്റഡ് ഫോട്ടോൺ hc/λ എന്ന് എഴുതാം. കാരണം ഇവിടെ വർക്ക് ഫംഗ്ഷൻ W നെഗ്ലിജിബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തെറിച്ചു പോകുന്ന ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ദാറ്റ്സ് ഈക്വൽ ടു hc/λ. ഓക്കെ, ഇനി ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് λd ആണെന്ന് പറയുന്നു. അപ്പൊ λd ഈക്വൽ ടു h/√2m ആണ്. അപ്പൊ നമുക്കിവിടെ എനർജിക്ക് പകരം എന്ത് കൊടുക്കാം? h² ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു λd² എന്ന് കൊടുക്കാം. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോണിന് പകരം h² ഡിവൈഡഡ് ബൈ 2m ഇൻറ്റു λd² ഈക്വൽ ടു hc/λ. ഓക്കെ, ഇതിനകത്തുനിന്ന് നമുക്ക് λd ഈക്വൽ ടു λ ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. h² സ്ക്വയറും ഹും കട്ട് ചെയ്യാം. അപ്പൊ λ ഈക്വൽ ടു 2m ഇൻറ്റു λd² ഇൻറ്റു c ഡിവൈഡഡ് ബൈ h എന്ന് കിട്ടും. അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു ഇതിന് നമുക്ക് 2mc/h ഇൻറ്റു λd² എന്ന് ലാംഡയെ എഴുതാം. അപ്പോൾ നമുക്കിവിടെ തേർഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ, λ ഈക്വൽ ടു 2mc/h ഇൻറ്റു λd². ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് എമർജൻസ് ഫ്രം ദ പ്രിസം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ഈസ് √3. ഗ്ലാസിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഇവിടെ ലൈറ്ററെ ഡയറക്റ്റ് എൻട്രി ആണ്. ഈ ലൈറ്ററെ നോർമലി എൻട്രി ചെയ്താൽ ആ ലൈറ്ററെ ഇവിടെ ഈ സർഫസിൽ വന്നിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു നോർമൽ വരയ്ക്കാം. അപ്പോൾ ഇവിടെ 60 ഡിഗ്രി ആകുമ്പോൾ ഈ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് പ്രിസമാണ്, 30 ഡിഗ്രി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആംഗിളും 30 ഡിഗ്രി ആയിരിക്കും. ഈ ആംഗിളിനെ നമുക്ക് I എന്ന് ഡിനോട്ട് ചെയ്യാം. പ്രിസത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് √3 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് സ്നെൽസ് ലോ ഉപയോഗിക്കാം. ലൈറ്റ് പുറത്തേക്ക് വരുന്നതിന് പകരം ലൈറ്റ് അകത്തേക്കാണ് പോകുന്നത് എന്ന് സങ്കല്പിക്കാം. ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ എന്ത് വരും? sin I/sin 30 ഈക്വൽ ടു √3. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കുക, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 എടുക്കാം. അപ്പോൾ sin I ഈക്വൽ ടു √3/2 എന്ന് കിട്ടും. കാരണം sin 30 എന്നാൽ 1/2 ആണ്. അപ്പോൾ I ഈക്വൽ ടു 60 ഡിഗ്രി വരും. അപ്പോൾ ഇവിടെ ചോദിച്ച ആംഗിൾ ഓഫ് എമർജൻസ് ആണ്. ഈ ആംഗിൾ 60 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ ഷോൺ ഇൻ ദ ഫിഗർ ഈസ്. ഒരു ചെറിയൊരു ട്രിക്കി ക്വസ്റ്റൻ ആണ്. കാരണം ഈ കപ്പാസിറ്ററിന്റെ ഈ രണ്ട് പ്ലേറ്റുകൾ കോമൺലി കണക്റ്റഡ് ആയതുകൊണ്ട് ഈ രണ്ട് പ്ലേറ്റിലും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കും. അപ്പോൾ ആ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കപ്പാസിറ്ററിന്റെ രണ്ട് പ്ലേറ്റുകളും തമ്മിൽ ഡയറക്റ്റ് ഒരു മെറ്റാലിക് വയർ കൊണ്ട് കണക്ട് ചെയ്താൽ പിന്നെ ആ കപ്പാസിറ്റർ ഇൻഎഫക്റ്റീവ് ആണ്. പിന്നെ ഈ രണ്ട് കപ്പാസിറ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ രണ്ട് കപ്പാസിറ്ററുകൾ പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി 2C. ഓക്കെ, അടുത്ത if the force F, acceleration A and time t are chosen as the fundamental physical quantities, find the dimension of energy. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം ഫോഴ്സിന്റെ ഡയമെൻഷൻ എഴുതാം. ഫോഴ്സിന്റെ ഡയമെൻഷൻ m(L(t)⁻². അടുത്തത് ആക്സിലറേഷന്റെ ഡയമെൻഷൻ L(t)⁻². അടുത്തത് ടൈമിന്റെ ഡയമെൻഷൻ അത് t തന്നെയാണ്. ഓക്കെ, ഇനി എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mL²t⁻². അപ്പോൾ m വരണമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ f വരണം. അപ്പോൾ നമുക്ക് അവിടെ f എന്ന് എഴുതാം. f വരുമ്പോൾ അവിടെ m വരും, L² വരണം. L² വരാൻ വേണ്ടി നമ്മൾ ഇവിടെ a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും f × a മൾട്ടിപ്ലൈ ചെയ്താൽ m(L²) വരും. അപ്പോൾ m(L²) വരാൻ വേണ്ടി f എഴുതും. പക്ഷെ f എഴുതുമ്പോൾ ഒരു കുഴപ്പമുണ്ട്. എന്താണ് ഇവിടെ? t⁻² × t⁻²t⁻4 വരും. പക്ഷെ ഇവിടെ നമുക്ക് t⁻² മാത്രമേ വേണ്ടൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഒരു t² മൾട്ടിപ്ലൈ ചെയ്താൽ ഇതിലെ t⁻⁻4ഉം ഈ t² കട്ട് ചെയ്തിട്ട് t⁻² വരും. അപ്പോൾ f a t² ആണ് വരിക.
ഈ സെക്കൻഡ് ഓപ്ഷനിൽ വരുന്ന 2 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ പവറാണ് FAT². അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും അവിടെ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ് ഉപയോഗിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എ കപ്പ് ഓഫ് കോഫി കൂൾസ് ഫ്രം 90 degrees Celsius to 80 degrees Celsius in T minutes. When the room temperature is 20 degrees Celsius, the time taken by a similar cup of coffee to cool from 80 degrees Celsius to 60 degrees Celsius at room temperature same at 20 degrees Celsius is. ഒരു കപ്പ് ഓഫ് കോഫി കൂൾ ചെയ്യാണ്. അങ്ങനെ 90 നിന്ന് 80ലേക്ക് ടി മിനിറ്റ് കൊണ്ട് കൂൾ ചെയ്യുന്നു. റൂം ടെമ്പറേച്ചർ 20 degrees Celsius ആണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം. 90 നിന്ന് 80ലേക്ക് കൂൾ ചെയ്യുമ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ 10 degrees Celsius ആണ്. ഡിവൈഡഡ് ബൈ ടൈം ഈസ് ടി, 10/t, അതായത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ബൈ ടൈം ഈക്വൽ ടു ആവറേജ് ടെമ്പറേച്ചർ 90യുടെയും 80യുടെയും ആവറേജ് എന്ന് പറയുമ്പോൾ 85 മൈനസ് സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ 20 ഇൻറ്റു കെ എന്ന് വരും. ഇതാണ് ഇക്വേഷൻ 1, ന്യൂട്ടൺസ് ലോ ഓഫ് കൂളിംഗ്. എന്നോട് പറയാം 90യും 80യും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ 10/ടൈം ടി ഈക്വൽ ടു 90യുടെ 80യുടെ ആവറേജ് 85 മൈനസ് സറൗണ്ടിങ്ങിൻ്റെ ടെമ്പറേച്ചർ 20. ഇനി അടുത്ത് നോക്കിക്കോളൂ. The time taken by similar cup of coffee to cool from 80 to 60. 80യിൽ നിന്ന് 60യിലേക്ക് കൂൾ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ഡിഫറൻസ് 20 ബൈ ടൈം ടി ഡാഷ്. ടി ഡാഷ് കണ്ടുപിടിക്കേണ്ട. ടി ഡാഷ് ഈക്വൽ ടു ഇനി 80യിൽ നിന്ന് 60യിലേക്ക് കൂൾ ചെയ്യുമ്പോൾ ആവറേജ് ടെമ്പറേച്ചർ 70 ആണ്. 70 മൈനസ് 20 ഇൻറ്റു കെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്താൽ ടി ഡാഷ് ബൈ ടി ഇൻറ്റു 1/2 ഈക്വൽ ടു 85 മൈനസ് 20 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 55. സോറി, 85 മൈനസ് 20 എന്ന് പറയുമ്പോൾ 65 ആണ്. 65. 70 മൈനസ് 20 എന്ന് പറയുമ്പോൾ 50. ഓക്കെ, അപ്പോൾ നമുക്ക് ടി ഡാഷ് ബൈ ടി ഈക്വൽ ടു 2 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 130/50 വരും. 0 കട്ട് ചെയ്താൽ 13/5 വരും. അപ്പോൾ ടി ഡാഷ് ഈക്വൽ ടു 13/5t എന്ന് വരും. അപ്പോൾ ഈ 70 നിന്ന് 80 നിന്ന് 60യിലേക്ക് കൂളാവാൻ എടുക്കുന്ന ടൈം 13/5t എന്ന് വരും. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ് അവിടെ കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് പാരലൽ കണക്ഷൻ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് 4 വയേഴ്സ് ഓഫ് ഈക്വൽ ലെങ്ത്, ഈക്വൽ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് സെയിം മെറ്റീരിയൽ ഈസ് 0.25 ohm. What will be the effective resistance if they are connected in series? അപ്പോൾ n വയേഴ്സ് സീരീസ് പാരലലായിട്ട് കണക്ട് ചെയ്താലുള്ള റെസിസ്റ്റൻസ് R/n ആയിരിക്കും. അതേ n വയേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താലുള്ള റെസിസ്റ്റൻസ് NR ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ബൈ റെസിസ്റ്റൻസ് ഇൻ പാരലൽ ഈക്വൽ ടു n² എന്ന് വരും. അപ്പോൾ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ഈക്വൽ ടു n². എത്ര വയേഴ്സാണ്? 4 വയേഴ്സ് ഉണ്ട്, 4 വയേഴ്സ്. അപ്പോൾ 4² ഇൻറ്റു പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് 0.25 ആണ്. അപ്പോൾ 16 ഇൻറ്റു 0.25 വരും. അപ്പോൾ 16 ഇൻറ്റു 0.25 എന്ന് പറയുമ്പോൾ 4 ohm ആയിരിക്കും റെസിസ്റ്റൻസ് വരിക. അപ്പോൾ സീരീസ് ആയിട്ട് ഇതേ വയേഴ്സ് കണക്ട് ചെയ്താലുള്ള റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്താലുള്ളതിൻ്റെ 16 ഇരട്ടി വരും. അപ്പോൾ ദാറ്റ് ഈസ് 16 ടൈംസ് 0.25 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വരും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ദ നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ഓൺ ആൻ ആവറേജ് എമിറ്റഡ് ബൈ സോഴ്സ് ഓഫ് മോണോക്രോമാറ്റിക് ലൈറ്റ് ഓഫ് വേവ് ലെങ്ത് 600 നാനോമീറ്റർ വെൻ ഇറ്റ് ഡെലിവേഴ്സ് ദ പവർ 3.3 ഇൻറ്റു 10⁻³ വാട്ട് വിൽ ബി. അതായത് പവർ കണ്ടുപിടിക്കണമെങ്കിൽ ലൈറ്റ് ഒരു സർഫസിൽ വന്ന് വീഴാം. പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്പർ ഓഫ് ഫോട്ടോൺസ് ഇൻറ്റു എനർജി ഓഫ് ഫോട്ടോൺ ആണ്. എനർജി ഓഫ് ഫോട്ടോണിനെ നമുക്ക് hc/λ എന്ന് എഴുതാം. അപ്പോൾ ഒരു ഫോട്ടോണിന്റെ എനർജി ഇൻറ്റു നമ്പർ ഓഫ് ഫോട്ടോൺസ് പെർ സെക്കൻഡ് ആയിരിക്കും പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫോട്ടോണിന്റെ എനർജി hc/λ. ഒരു സെക്കൻഡിൽ വന്നു വീഴുന്ന ഫോട്ടോണിന്റെ എണ്ണം n, അതായിരിക്കും പവർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഫോട്ടോൺ വന്നു വീഴും എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? P λ/hc വരും. P
പവർ എന്ന് പറയുമ്പോൾ 3.3 ഇൻറ്റു 10⁻³ ഇൻറ്റു ഓക്കെ ലാംഡ 600 നാനോമീറ്റർ ആണ്. അപ്പോൾ 6 ഇൻറ്റു 10⁻⁻7 ഡിവൈഡഡ് ബൈ എച്ചിൻ്റെ വാല്യൂ 6.6 ഇൻറ്റു 10⁻34. സിയുടെ വാല്യൂ 3 ഇൻറ്റു 10⁸. ഓക്കെ, അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് 3ഉം 3ഉം 6ഉം 6.6 അപ്രോക്സിമേറ്റ് കട്ട് ചെയ്യാം. കാരണം ഇവിടെ 10ന്റെ പവേഴ്സ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10⁻16 കിട്ടും. അപ്പോൾ ഓപ്ഷൻ 3 10⁻16 ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. സെക്ഷൻ ബിയിലുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 36. സെക്ഷൻ ബി ആണ്. 3 resistors having resistances R1, R2 and R3 are connected as shown in the given figure. The ratio of current in terms of resistance used in the circuit is. ഇത് നമ്മളെ കറണ്ട് ഡിവിഷൻ റൂൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ I3 എന്ന് പറയുന്നത് ഈ R3 റെസിസ്റ്റൻസിലെ കറണ്ടാണ് I3. അപ്പോൾ I3 ഈക്വൽ ടു കിട്ടണമെങ്കിൽ പാരലായിട്ട് 2 റെസിസ്റ്റൻസ് വരുമ്പോൾ ഈ R3യിലെ കറണ്ട് കിട്ടണമെങ്കിൽ R2 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3 ഇൻറ്റു ടോട്ടൽ കറണ്ട്. ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ I1 ആണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ റെസിസ്റ്റൻസിലെ കറണ്ട് കിട്ടണമെങ്കിൽ മറ്റേ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻറ്റു ടോട്ടൽ കറണ്ട്. സോ I3 ബൈ I1 ആണ് ചോദിച്ചത്. അപ്പോൾ റേഷ്യോ ഓഫ് കറണ്ട്സ് I3 ഡിവൈഡഡ് ബൈ I1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു R2 ഡിവൈഡഡ് ബൈ R2 പ്ലസ് R3. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും അവിടെ കറക്റ്റ് ഓപ്ഷൻ. Next question, a point object is placed at a distance of 60 cm from a convex lens of focal length 30 cm. If a plane mirror were put perpendicular to the principal axis of the lens and at a distance of 40 cm from it, the final image would be formed at a distance of. ഇവിടെ നോക്കൂ, ഒരു ലെൻസിൽ ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് വെക്കുകയാണ്. അതായത് ഒബ്ജക്റ്റ് വെക്കുന്നത് ലെൻസിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ്. ഈ ഒബ്ജക്റ്റിൻ്റെ ഇമേജ് ഫോം ചെയ്യുന്നത് ലെൻസിൻ്റെ അപ്പുറത്തെ സൈഡിലായിരിക്കും. ലെൻസിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഫോം ചെയ്യുക പറഞ്ഞാൽ ലെൻസിൽ നിന്ന് 60 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും അതിൻ്റെ ഇമേജ് ഫോം ചെയ്യുക. കാരണം ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 30 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 60 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 2f ആണ് വരിക. 2fൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് 2fലാണ് ഉണ്ടാവുക. അപ്പോൾ 60 സെൻറ്റിമീറ്ററിൽ ഒബ്ജക്റ്റ് വെച്ചാൽ ഇമേജ് ഉണ്ടാവുന്നതും 60 സെൻറ്റിമീറ്ററിലായിരിക്കും. അപ്പോൾ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജിനെ പ്ലെയിൻ മിറർ ഒബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ പ്ലെയിൻ മിററിൻ്റെ ഇത് ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജാണ്. ആ ഇമേജിനെ ഈ പ്ലെയിൻ മിറർ ഒബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നു. അപ്പോൾ പ്ലെയിൻ മിററിന് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് പ്ലെയിൻ മിററിന് അതിൻ്റെ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത് സെക്കൻഡ് ഇമേജാണ് I2. ഇത് ഫസ്റ്റ് ഇമേജാണ് I1. അപ്പോൾ ലെൻസ് ഉണ്ടാക്കുന്ന ഇമേജിനെ പ്ലെയിൻ മിറർ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ പ്ലെയിൻ മിറർ എന്ന ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ പ്ലെയിൻ മിറർ ഉണ്ടാക്കുമ്പോൾ രണ്ട് സൈഡിലാണ് വരിക. ഓക്കെ, ഇനി അടുത്ത് പോയിക്കോളൂ. ഈ പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്ന ഇമേജിനെ ലെൻസ് വീണ്ടും ഒബ്ജക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യും. അപ്പോൾ ഇത് ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറും. അപ്പോൾ ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്താണ്? ഇത് 40 ആണ്, ഇത് 20 ആണ്. സോ ലെൻസിൻ്റെ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് 30 ആണ്. 1/30 ഈക്വൽ ടു 1/v. ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് മൈനസ് ആണ്. മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. പ്ലസ് 1/20 എന്ന് വരും. അപ്പോൾ v ഈക്വൽ 1/v ഈക്വൽ ടു 1/30 മൈനസ് 1/20 വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -1/60 വരും. അപ്പോൾ v ഈക്വൽ ടു -60 സെൻറ്റിമീറ്റർ. അപ്പോൾ ലെൻസ് ഉണ്ടാക്കുന്ന ഫൈനൽ ഇമേജ് -60 സെൻറ്റിമീറ്ററിലായിരിക്കും. അപ്പോൾ -60 സെൻറ്റിമീറ്ററിലായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ലെൻസിൻ്റെ പോസിറ്റീവ് ഡിസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിലേക്കാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് u നമ്മൾ നെഗറ്റീവായിട്ട് എടുത്തത്. അപ്പോൾ പോസിറ്റീവ് ഡിസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ റൈറ്റ് സൈഡിലേക്കുള്ള ഡിസ്റ്റൻസ് നെഗറ്റീവായിട്ട് എടുത്തു.
അപ്പോൾ -60 എന്ന് പറയുമ്പോൾ ലെൻസിൽ നിന്ന് -60 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലാണ് ഫൈനൽ ഇമേജ് വരുന്നത്. അപ്പോൾ ഫൈനൽ ഇമേജ് മിററിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിലായിരിക്കും? മിററിൽ നിന്ന് അത് 20 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കൂ, ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് 20 സെൻറ്റിമീറ്റർ ഫ്രം ദ പ്ലെയിൻ മിറർ ആൻഡ് ഇറ്റ് വുഡ് ബി എ വെർച്വൽ ഇമേജ് എന്ന് പറയുമ്പോൾ നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും അവിടെ കറക്റ്റ് ഓപ്ഷൻ. For the given circuit, the input signal are applied at the terminals A, B and C. What would be the output at the terminal Y? അപ്പോൾ നമുക്ക് ഇവിടെ പിക്ചറിൽ 3 ഇൻപുട്ട് തന്നിട്ടുണ്ട്, ABC, ഒരു ഔട്ട്പുട്ട് Y ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒന്ന് എഴുതി നോക്കാം. ABC ആൻഡ് ഔട്ട്പുട്ട് Y. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് വാല്യൂസ് ഒന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് വാല്യൂസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നോക്കൂ, T1 ടൈം ഇൻ്റർവെല്ലിൻ്റെ താഴെ 0 മുതൽ T1 ടൈം ഇൻ്റർവെല്ല് A0, B0, C1. അപ്പോൾ എങ്ങനെയാ വരിക? 0, 0, 1. അപ്പോൾ ഇവിടെ നിങ്ങൾ 0, 0, 1 കൊടുത്താൽ 0, 0 ആൻഡ് ഗേറ്റിൽ വന്നാൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0, 1 നാൻഡ് ഗേറ്റിൽ വന്നാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 0, 1 ഓർ ഗേറ്റിൽ വന്നാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ 0, 0, 1 ആൻഡ് ഔട്ട്പുട്ട് 1. ഇനി അടുത്ത കേസ് ഒന്ന് നോക്കാം. അടുത്ത കേസിൽ ഓക്കെ, അടുത്ത സെക്കൻഡ് കേസിൽ നമുക്ക് നോക്കുന്നത് T1 മുതൽ T2 ഒരു ടൈം ഇൻ്റർവെല്ല് A1 ആണ്, B0 ആണ്, C1 ആണ്. അപ്പോൾ 1, 0, 1 കിട്ടും. അപ്പോൾ 1, 0, 1. ഈ 1, 0 ആൻഡ് ഗേറ്റിൽ വരുമ്പോൾ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 0, 1 നാൻഡ് ഗേറ്റിൽ വരുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 0, 1 ഓർ ഗേറ്റിൽ വരുമ്പോൾ ഔട്ട്പുട്ട് വീണ്ടും 1 തന്നെ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാ വരിക? 1, 0, 1, 1 എന്ന് വരും. അപ്പോൾ 0 മുതൽ T1 ഉള്ള ഇൻ്റർവെല്ലിൽ 1 ആണ്, T1 മുതൽ T2 വരെയുള്ള ഇൻ്റർവെല്ലിലും 1 ആണ്. അപ്പോൾ രണ്ട് ഇൻ്റർവെല്ലിലും 1 തന്നെ വരുന്നത്, അതായത് രണ്ട് ഇൻ്റർവെല്ലിലും 1 വരുന്ന 1 എന്ന് പറയുമ്പോൾ 5 വോൾട്ട് ആണ്, 0 എന്ന് പറയുമ്പോൾ 0 വോൾട്ട്. ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് തേർഡ് ഓപ്ഷനിൽ മാത്രമാണ് ആദ്യത്തെ രണ്ട് ഇൻ്റർവെല്ലിലും 5 വോൾട്ട് വരുന്നത്. 5 വോൾട്ട് ഈസ് മീൻസ് 1 എന്ന് പറയുന്നത് അത് 5 വോൾട്ട് ആണ്. അപ്പോൾ ആദ്യത്തെ രണ്ട് ഇൻ്റർവെല്ലിലും ഔട്ട്പുട്ട് 5 വോൾട്ട് വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതായിരിക്കും തേർഡ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. A step-down transformer connected to an AC main supply of 200 volt is made to operate at 11 volt 44 watt lamp. Ignoring power losses in the transformer, what is the current in the primary circuit? അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ എനർജി ലോസ് ഇല്ല എന്ന് പറയുന്നുണ്ട്. എനർജി ലോസ് ഇല്ലാത്തതുകൊണ്ട് പവർ എന്ന് പറഞ്ഞാൽ അത് ഇൻപുട്ട് പവർ ആയാലും ഔട്ട്പുട്ട് പവർ ആയാലും സെയിം ആണ്. അപ്പം നമുക്ക് IP × VP എന്ന് എഴുതാം. പവർ അവിടെ 44 വാട്ട് തന്നിട്ടുണ്ട്. 44 IP × വോൾട്ടേജ്, പ്രൈമറിയിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് 220 വോൾട്ട് ആണ്. സെക്കൻഡറിയിലെ വോൾട്ടേജ് നമുക്കിവിടെ എടുക്കേണ്ട കാര്യമല്ല, 220 വോൾട്ട് ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്താൽ IP = 44/220 എന്ന് പറയുമ്പോൾ യു വിൽ ഗെറ്റ് IP = 0.2 ആംബിയർ എന്ന് കിട്ടും. 0.2 ആംബിയർ ആയിരിക്കും പ്രൈമറിയിലെ കറണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഓപ്ഷൻ. Next question, a uniform conducting wire of length 12A and resistance R is wound up as a current carrying coil in the shape of an equilateral triangle of side A, a square of side A. The magnetic dipole moments of the coil in each case respectively are. ഒരു കാര്യം ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പം നമുക്ക് ഒരു യൂണിഫോം കണ്ടക്ടിങ് വയർ ഓഫ് ലെങ്ത് 12A, റെസിസ്റ്റൻസ് R is wound up as a current carrying coil. 12A ലെങ്ത് ഉള്ള ഒരു വയർ, ഇതിനെ ബെൻഡ് ചെയ്തിട്ട് ആദ്യം A സൈഡുള്ള ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആക്കി മാറ്റുന്നു.
പിന്നെ അതുപോലെ എ സൈഡുള്ള സ്ക്വയർ ആക്കി മാറ്റുന്നു. അപ്പോൾ 12A ലെങ്ത് ഉള്ള വയറിനെ ബെൻഡ് ചെയ്തിട്ട് എ സൈഡുള്ള ട്രയാങ്കിൾ ആക്കി മാറ്റണമെങ്കിൽ അപ്പോൾ എത്ര ട്രയാങ്കിൾ ഉണ്ടാവും നോക്കാം. ഇവിടെ 3 സൈഡും കൂടെ ചേർന്ന് 3A. നമ്പർ ഓഫ് ട്രയാങ്കിൾസ്, നമ്പർ ഓഫ് ടേൺസ് n ഈക്വൽ ടു 12A എന്ന് വരും. ഇനി സ്ക്വയറിലാണെങ്കിലോ 4 സൈഡും കൂടെ ചേർത്തിട്ട് 4A. ഇനി അങ്ങനെ സ്ക്വയറിന്റെ കാര്യത്തിൽ ഒരു സ്ക്വയറിന്റെ ലെങ്ത് 4A, അങ്ങനെ n സ്ക്വയേഴ്സ് ഉണ്ടെങ്കിൽ ടോട്ടൽ 12A വരും. അങ്ങനെ വരുമ്പോൾ ആദ്യത്തേൽ നമ്പർ ഓഫ് ടേൺസ് 4ഉം അടുത്തേൽ നമ്പർ ഓഫ് ടേൺസ് 3ഉം വരും. ഓക്കെ, ഇനി ഇതിലൂടെ രണ്ടിലൂടെയും ഒരേ കറണ്ട് പാസ് ചെയ്യുന്നതായിട്ട് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് നമ്പർ ഓഫ് ടേൺസ് ഇൻറ്റു കറണ്ട് ഇൻറ്റു ഏരിയ. നമ്പർ ഓഫ് ടേൺസ് 4, കറണ്ട് I, ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ ട്രയാങ്കിളിൻ്റെ സൈഡ് A ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു A ഇൻറ്റു ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് √3/2A ആണ്. ഇൻറ്റു √3/2A വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് √3IA² എന്ന് വരും. ഇനി ഇത് നമുക്ക് സ്ക്വയറിൽ അപ്ലൈ ആണെങ്കിൽ മാഗ്നറ്റിക് മൊമെന്റ് NIA ആണ് വരിക. നമ്പർ ഓഫ് ടേൺസ് 3, കറണ്ട് I. ഇനി ഇതിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയറിൻ്റെ ഏരിയ A² ആണ്. അപ്പോൾ നമുക്ക് 3IA² എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ ഓപ്ഷനിൽ അപ്പോൾ നമുക്ക് കിട്ടിയത് ഇവിടെ √3 ആണ്. ഇവിടെ ഓപ്ഷനിൽ പറയണത് S അല്ല, ആക്ച്വലി ഇത് √3 ആണ്. അപ്പോൾ √3IA² ആൻഡ് 3IA² എന്ന് പറയുമ്പോൾ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ഇൻ ദ പ്രൊഡക്റ്റ് വെക്ടർ F ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B, QV ക്രോസ് BI പ്ലസ് BJ പ്ലസ് B0K. Q ഈക്വൽ ടു 1 ആണ്. വെലോസിറ്റി 2I പ്ലസ് 4J പ്ലസ് 6K ആണ്. ഫോഴ്സ് 4I മൈനസ് 20J പ്ലസ് 12K ആണ്. ഓക്കെ, നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് പറഞ്ഞാൽ വാട്ട് വിൽ ബി ദ കംപ്ലീറ്റ് എക്സ്പ്രഷൻ ഫോർ ബി. വെക്ടർ ബി ആണ്, ഇതിൻ്റെ എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, തന്നത് അതുപോലെ അങ്ങ് എഴുതാം. വെക്ടർ F ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. ഒരു പക്ഷേ ഈ ക്വസ്റ്റ്യൻ ആണ് കുറച്ചതിനകത്ത് കുറച്ച് ലെങ്ത് എന്ന് തോന്നുന്നൊരു ക്വസ്റ്റ്യൻ. എഫിന് 4I മൈനസ് 20J, 4I മൈനസ് 20J പ്ലസ് 12K ഈക്വൽ ടു Q ഇൻറ്റു Q എന്ന് പറയുന്നത് 1 ആണ്, ഇൻറ്റു V ക്രോസ് B. V എന്താണ്? 2I പ്ലസ് 4J പ്ലസ് 6K ക്രോസ് വെക്ടർ ബി. വെക്ടർ ബി എന്ന് പറയുമ്പോൾ BI പ്ലസ് BI പ്ലസ് BJ പ്ലസ് B0K. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇതുപോലെ തന്നെ എഴുതാം. 4I മൈനസ് 20J പ്ലസ് 12K ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് IJK. ഫോഴ്സിൻ്റെ ഫസ്റ്റ് വിൻ്റെ കോമ്പണൻറ്റ് 2, 4, 6. അടുത്ത മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കോമ്പണൻറ്റ് B0. ഓക്കെ, ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡ് മാത്രമേ എഴുതാം. I ഇൻറ്റു 4 ഇൻറ്റു B0 മൈനസ് 6B പ്ലസ് J ഇൻറ്റു 2 ഇൻറ്റു B0 മൈനസ് 6B. നമുക്ക് I J മാത്രം എഴുതി നോക്കാം. ലെഫ്റ്റ് സൈഡിൽ 4I മൈനസ് 20J. ഓക്കെ, നമ്മൾ I കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യാം. I കോയിഫിഷ്യൻ്റ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 4B0 മൈനസ് 6B ഈക്വൽ ടു 4 വരും. അതുപോലെ മൈനസ് J കോയിഫിഷ്യൻ്റ് രണ്ട് സൈഡിലും ഇക്വേറ്റ് ചെയ്യാം. സോറി, ഇവിടെ മൈനസ് J ഉണ്ട്, മൈനസ് J വിട്ടുപോയി. അപ്പോൾ മൈനസ് J കോയിഫിഷ്യൻസ് ഇക്വേറ്റ് ചെയ്താൽ 2B0 മൈനസ് 6B ഈക്വൽ ടു 20 വരും. ഓക്കെ,
ഇനി സബ്ട്രാക്ട് ചെയ്യാം. 4b0 നിന്ന് 2b0 പോയാൽ 2b0 ഈക്വൽ ടു -6b ക്യാൻസൽ ആവും. 4 - 20 -16. അപ്പോൾ ഇംപ്ലൈസ് b0 ഈക്വൽ ടു -8 വരും. b0 ഈക്വൽ ടു -8. ഓക്കെ, b0ന്റെ വാല്യൂ -8 ആണെങ്കിൽ ആ വാല്യൂ ഇവിടെ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 2 × -8 -6b ഈക്വൽ ടു 20. അപ്പോൾ ഇതിനകത്ത് നിന്ന് വരാം 6b ഈക്വൽ ടു 2 × -8 -16 ആണ്. -16 -20 -36 വരും. അപ്പോൾ b ഈക്വൽ ടു -6 വരും. അപ്പോൾ നോക്കിക്കോളൂ, നമുക്ക് b0 ഉം bയും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡിനെ എഴുതാനല്ലേ പറഞ്ഞത്. മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു bi + bj. ബിയുടെ വാല്യൂ -6 ആണ്. അപ്പം -6i - 6j എന്ന് കിട്ടും. ഇനി അടുത്തത് +b0 k cap. b0ന്റെ വാല്യൂ -8 ആണ്. അപ്പം -8 k cap എന്ന് കിട്ടും. അപ്പോൾ -6i - 6j -8 k cap എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് ഓപ്ഷൻ. Next question. A particle moving in a circle of radius r with a uniform speed takes time t to complete one revolution. If this particle were projected with the same speed at an angle theta to the horizontal, theta ആണ്, the maximum height attained by it equal 4r. The angle of projection theta is given by. Okay, നമുക്ക് നോക്കാം. A particle moving in a circle of radius r with a uniform speed takes time t to complete one revolution. ഒരു സർക്കിൾ, ഒരു പാർട്ടിക്കിൾ സർക്കുലർ പാത്തിലൂടെ മൂവ് ചെയ്യാണ്. റേഡിയസ് r, ടൈം പീരീഡ് t. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പാർട്ടിക്കിളിൻ്റെ സ്പീഡ് എന്തായിരിക്കും? സ്പീഡ് പറഞ്ഞാൽ 2πr / v ആയിരിക്കും. ഇവിടെ പറഞ്ഞത് ഈ ദിസ് പാർട്ടിക്കിൾ വേർ പ്രൊജക്റ്റഡ് വിത്ത് ദ സെയിം സ്പീഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ ടു ദ ഹൊറിസോണ്ടൽ, ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ഇറ്റ് ഈക്വൽ ടു 4r. അപ്പോൾ ഇതേ പാർട്ടിക്കിളിനെ ഇതേ സ്പീഡിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്യണം. v സ്പീഡിൽ പ്രൊജക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മാക്സിമം ഹൈറ്റ് വരുന്നത് 4r ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ഹൈറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? മാക്സിമം ഹൈറ്റിനെ 4r എന്ന് കൊടുക്കാം. 4r ഈക്വൽ ടു v² sin² theta divided by 2g ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 4r ഈക്വൽ ടു v²ന്റെ വാല്യൂ ഇവിടെ നിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇവിടെ 2πr/v ആണ്. അവിടെ നമ്മൾ 2πr/t ആണ്, ടൈം പീരീഡ് t അല്ലേ. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ t² ഇൻറ്റു sin² theta divided by 2g. ഇത് സിംപ്ലിഫൈ ചെയ്യാം. 4r കട്ട് ചെയ്യാം. ഈ 4ഉം r² കട്ട് ചെയ്യാം. കട്ട് ചെയ്താൽ sin² theta ഈക്വൽ ടു 2g t² ഡിവൈഡഡ് ബൈ 4 അവിടെ കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഡിവൈഡഡ് ബൈ π² r എന്ന് കിട്ടും. അപ്പോൾ sin² theta ഈക്വൽ ടു 2g t² ബൈ π² r ആണെങ്കിൽ തീറ്റ സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 2g t² ബൈ π² r എന്ന് വരും. അപ്പോൾ ഫോർത്ത് ഓപ്ഷൻ ആയിരിക്കും അവിടെ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. എ സീരീസ് LCR സർക്യൂട്ട് കണ്ടെയ്ൻ 5 Henry ഇൻഡക്ടർ ആൻഡ് 80 Farad കപ്പാസിറ്റർ ആൻഡ് 40 ohm resistor is connected to 230 volt variable frequency AC source. The angular frequencies of the source at which the power transferred to the circuit is half the power at the resonant angular frequency are likely to be. Okay. അപ്പോൾ ഇവിടെ നോക്കൂ, ഒരു സീരീസ് LCR സർക്യൂട്ടാണ്. അതിൽ 5 Henry ഇൻഡക്ടർ തന്നിട്ടുണ്ട്. ഇൻഡക്റ്റൻസ് L ഈക്വൽ ടു 5 Henry ആണ്. ആൻഡ് കപ്പാസിറ്റൻസ് ഈക്വൽ ടു 80 മൈക്രോ ഫാരഡ് ആണ്. ഇവിടെ ക്വസ്റ്റനിൽ 80 ഫാരഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇറ്റ്സ് 80 മൈക്രോ ഫാരഡ്. ആൻഡ് റെസിസ്റ്റൻസ് 40 ohm ആണ്. കണ്ടുപിടിക്കേണ്ടത് ദ ആംഗുലാർ ഫ്രീക്വൻസീസ് ഓഫ് ദ സോഴ്സ് അറ്റ് വിച്ച് പവർ ട്രാൻസ്ഫർ ടു ദ സർക്യൂട്ട് ഈസ് ഹാഫ് ദ പവർ അറ്റ് ദ റെസൊണന്റ് ആംഗുലാർ ഫ്രീക്വൻസി. അപ്പോൾ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ എത്ര പവർ ഉണ്ടോ
അതിൻ്റെ പകുതി പവർ ഉണ്ടാവുന്ന ഫ്രീക്വൻസികൾ ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്ന് പറയും. ഒരു ഫ്രീക്വൻസി ω1 ആണ്, അത് ω0 മൈനസ് ഡെൽറ്റ ഒമേഗയാണ്. അതായത് ω0 മൈനസ് മറ്റേ ഫ്രീക്വൻസി ω2 ആണ്, അത് ω0 പ്ലസ് ഡെൽറ്റ ഒമേഗയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ω0 നോക്കാം. ω0 പറഞ്ഞാൽ അതായത് ഈ രണ്ട് ഫ്രീക്വൻസികളാണ് ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. പവർ റെസൊണന്റ് ഫ്രീക്വൻസിയിൽ ഉണ്ടായിരുന്നതിൻ്റെ പകുതിയാവുന്ന രണ്ട് ഫ്രീക്വൻസികളാണ് ω1 ω2. അപ്പോൾ റെസൊണന്റ് ഫ്രീക്വൻസി 1/√LC ആണ്. ദാറ്റ് ഈസ് 1/√ ഓഫ് L എത്രയാണ്? L 5 ആണ്. കപ്പാസിറ്റൻസ് 80 മൈക്രോ ഫാരഡ് ആണ്. 80 × 10⁻⁻6. അപ്പോൾ 10⁻⁻6ന്റെ റൂട്ട് അത് മുകളിൽ വരുമ്പോൾ 1000 ആവും. 1000 ഡിവൈഡഡ് ബൈ 80 × 5 400. 400 റൂട്ട് 20 ആണ്. അപ്പോൾ നമുക്ക് 50 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും ω0. ഇനി അടുത്തത് ഡെൽറ്റ ഒമേഗ. ഡെൽറ്റ ഒമേഗ പറഞ്ഞാൽ R/2L ആണ്. റെസിസ്റ്റൻസ് ബൈ 2 × ഇൻഡക്റ്റൻസ്. അപ്പോൾ 40 ഡിവൈഡഡ് ബൈ 2 × 5 എന്ന് പറഞ്ഞാൽ 4 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ ω0 50 വരും, ഡെൽറ്റ ഒമേഗ 4 വന്നാൽ ω1 എന്തായിരിക്കും? 50 മൈനസ് 4 എന്ന് പറയുമ്പോൾ 46 റേഡിയൻ പെർ സെക്കൻഡ്. അതുപോലെ ω2 എന്തായിരിക്കും? 50 പ്ലസ് 4 എന്ന് പറയുമ്പോൾ അത് 54 റേഡിയൻ പെർ സെക്കൻഡ്. അപ്പോൾ 46ഉം 54ഉം റേഡിയൻ പെർ സെക്കൻഡ് ഹാഫ് പവർ ഫ്രീക്വൻസീസ് വരുന്നത് അത് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം എ സർക്കുലർ റിംഗ് ഓഫ് മാസ് m and radius r, an arc corresponding to a 90-degree sector is removed. The moment of inertia of the remaining part of the ring about an axis passing through the center of the ring and perpendicular to the plane of the ring is k times mr². Then the value of k is. അതായത് ഒരു റിങ്, ആ റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, റിങ്ങിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് mr². ഓക്കെ, ഇനി ഈ റിങ്ങിൻ്റെ ടോട്ടൽ സെക്ടർ എന്താണോ ആ സെക്ടറിൻ്റെ 1/4 പാർട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. 1/4 പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അപ്പോൾ എന്താവും? 1/4 ഭാഗം കട്ട് ചെയ്താൽ പിന്നെ മാസ് 3/4 ആയി മാറും. 3/4 mr². അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കണം നോക്കൂ, 90 ഡിഗ്രി സെക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ റിമൈനിങ് പാർട്ട് ഓഫ് ദ റിംഗ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദ സെന്റർ ഓഫ് ദ റിംഗ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഈസ് k ടൈംസ് mr². അപ്പോൾ k ടൈംസ് mr² എന്ന് പറയുമ്പോൾ kയുടെ വാല്യൂ എത്രയാണ്? 3/4. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് 200 cm and mass 500 gram is balanced on a wedge placed at 40 cm mark. A mass of 2 kg is suspended from the rod at 20 cm and another unknown mass m is suspended from the rod at 160 cm mark as shown in the figure. Find the value of m such that the rod is in equilibrium. അതായത് ഇവിടെ നിങ്ങൾക്കൊരു യൂണിഫോം റോഡ് തന്നിട്ടുണ്ട്. ആ യൂണിഫോം റോഡിൻ്റെ ലെങ്ത് 200 cm ആണ്. 200 cm എന്ന് പറയുമ്പോൾ 2 മീറ്റർ. ഓക്കെ, ഇതിനകത്ത് ഒരു 500 ഗ്രാം ആണ്. ഇതിൻ്റെ റോഡിൻ്റെ വെയിറ്റ് 500 ഗ്രാം ആണ്. 500 ഗ്രാം എന്ന് പറയുമ്പോൾ 1/2 കിലോഗ്രാം. അപ്പം ഞാനതിൻ്റെ G/2 എന്ന് എഴുതാണ്. G/2 അത് റോഡിൻ്റെ വെയിറ്റ് ആണ്, വേറെ കെട്ടിത്തൂക്കിയ വെയിറ്റ് അല്ല. അപ്പോൾ ഇത് 1 മീറ്ററിലൂടെയാണ് ഇതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് നോക്കിക്കോളൂ. 40 സെൻറ്റിമീറ്ററിൽ ഒരു സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ സപ്പോർട്ട് ഞാൻ ഒന്ന് വരയ്ക്കുകയാണ്, പിക്ചറിൽ കാണുന്ന പോലെ 0.4 മീറ്റർ. അടുത്തത് നിങ്ങൾക്ക് 20 സെൻറ്റിമീറ്ററിൽ ഒരു വെയിറ്റ് കെട്ടി തൂക്കിയിട്ടുണ്ട്. അപ്പോൾ 0.2 മീറ്ററിൽ ഒരു വെയിറ്റ്, ആ വെയിറ്റ് എത്രയാണ്? 2g. 2 കിലോഗ്രാം എന്ന് പറയുമ്പോൾ 2g. അടുത്തത് 160 സെൻറ്റിമീറ്റർ, അതായത് 1.6 മീറ്ററിൽ ഒരു വെയിറ്റ് ഉണ്ട്. ദാറ്റ് വെയിറ്റ് ഈസ് mg. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? Unknown mass m is suspended from the rod at 160 cm mark shown in figure. Find the value of m such that the rod is in equilibrium. ഈ റോഡ് ഇക്വിലിബ്രിയത്തിൽ വരണം.
ഇക്വിലിബ്രിയത്തിൽ വരണമെങ്കിൽ ഈ സപ്പോർട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ ഉള്ള മാസ് വെയിറ്റ് കൊടുക്കുന്ന ടോർക്കിനെ റൈറ്റ് സൈഡിലെ വെയിറ്റ് കൊടുക്കുന്ന ടോർക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വെയിറ്റ് കൊടുക്കുന്ന ടോർക്ക് എങ്ങനെ കണ്ടുപിടിക്കുക? 2g ഇൻറ്റു 0.2, അതായത് ഇവിടുന്ന് ഈ ഡിസ്റ്റൻസ് 0.2. ഇനി റൈറ്റ് സൈഡിലെ ടോർക്ക് എത്രയാ? g/2 ഇൻറ്റു 0.6. 0.6 എങ്ങനെയാ? 0.4 നിന്ന് 1ലേക്കുള്ള ഡിസ്റ്റൻസ് 0.6 പ്ലസ് അടുത്തത് mg ഇൻറ്റു 0.4 നിന്ന് 1.6ലേക്കുള്ള ഡിസ്റ്റൻസ് 1.2. അപ്പോൾ നമുക്ക് നോക്കാം. ജി ഫുള്ളായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്താൽ 0.4 ഈക്വൽ ടു 0.3 പ്ലസ് 1.2 m എന്ന് കിട്ടും. അപ്പോൾ 0.1 ഈക്വൽ ടു 1.2 m വന്നാൽ m ഈക്വൽ ടു 1/12 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ കെട്ടി തൂക്കിയ മാസ് നമുക്ക് 1/12 കിലോഗ്രാം ആണെന്ന് കിട്ടും. അപ്പോൾ 4th ഓപ്ഷൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ഓപ്ഷൻ. അടുത്ത 27 drops of same size are charged at 220 volt each. They combine to form bigger drop. Calculate the potential of the bigger drop. ഓക്കെ, ഒരു സ്മോൾ ഡ്രോപ്പിൻ്റെ റേഡിയസ് 6, ഇതിൻ്റെ പൊട്ടൻഷ്യൽ v ആണ്. ഇങ്ങനെയുള്ള n ഡ്രോപ്പുകൾ ചേർന്ന് വലിയൊരു ഡ്രോപ്പ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒരു വലിയൊരു ഡ്രോപ്പ് ഉണ്ടാക്കിയാൽ ആ ഡ്രോപ്പിൻ്റെ സർഫസ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് n⁻²/3 ഇൻറ്റു v ആയിരിക്കും. അപ്പോൾ ചെറിയ ഡ്രോപ്പിൻ്റെ സർഫസ് പൊട്ടൻഷ്യൽ 220 വോൾട്ട് ആണ്. ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യാം. ചെറിയ ഡ്രോപ്പിൻ്റെ സർഫസ് പൊട്ടൻഷ്യൽ 220 വോൾട്ട് ആണ്. വലിയ ഡ്രോപ്പിൻ്റെ എത്ര n ഡ്രോപ്പുകൾ ചേർക്കാണ്. n-ന്റെ വാല്യൂ എത്ര? 27 ഡ്രോപ്സ് ആണ്. അപ്പോൾ 27⁻²3 ഇൻറ്റു 220 ഈക്വൽ ടു 27ന്റെ ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3² 9 ആണ്. അപ്പം 9 ഇൻറ്റു 220 വരും. അപ്പോൾ 1980 വോൾട്ട് കിട്ടും. 1980 വോൾട്ട് എന്ന് കിട്ടും. ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന വളരെ എളുപ്പത്തിൽ തന്നെ കണ്ടുപിടിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ് ആൻഡ് ആക്സിലറേറ്റ് അറ്റ് 5 m/s². At t equal to 4 seconds, a ball is dropped out of a window by a person sitting in the car. What is the velocity and acceleration of the ball at 6 seconds? ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേക ശ്രദ്ധിക്കുക. അത് ആക്ച്വലി സോൾവ് ചെയ്യേണ്ട ആ ഒരു കാര്യമില്ല. കാരണം ഒരു കാറ് ഒരു മൂവിങ് കാറാണ്. ആ കാറ് റെസ്റ്റിൽ നിന്ന് ആക്സിലറേറ്റ് ചെയ്യാണ്. 4 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിൽ നിന്നൊരു സ്റ്റോൺ ഡ്രോപ്പ് ചെയ്തു. ഇനി അത് കഴിഞ്ഞ് 6 സെക്കൻഡ് കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, ആക്സിലറേഷൻ എത്രയാണെന്ന് നോക്കാം. അപ്പോൾ 6 സെക്കൻഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സ്റ്റോൺ എയറിലാണുള്ളത്. അപ്പോൾ എയറിലൂടെ ഒരു സാധനം വീണുകൊണ്ടിരിക്കുകയോ എറിയോ ചെയ്യുകയാണെങ്കിൽ വൺസ് എയറിലൂടെ മൂവ് ചെയ്യണ ഏതൊരു ബോഡീൻ്റെ ആക്സലറേഷനും ജി ആയിരിക്കും. എയർ റെസിസ്റ്റൻസ് കൺസിഡറബിൾ നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ജി എന്ന് പറയുന്നത് എത്രയാണ്? 10 m/s². അപ്പോൾ ആക്സലറേഷൻ 10 m/s² വരുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ്, അല്ലാതെ വെലോസിറ്റിയുടെ പാർട്ട് ഈ ക്വസ്റ്റിൽ ചെയ്യേണ്ട കാര്യമല്ല. കാരണം ഇവിടെ ഓപ്ഷൻ 4 ആണ്. 10 m/s² ഓപ്ഷൻ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ് ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. അടുത്തത്, എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് പ്രൊജക്റ്റഡ് വിത്ത് എ വെലോസിറ്റി kve k<1 ഫ്രം ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് ദ മാക്സിമം ഹൈറ്റ് എബോവ് ദ സർഫസ് റീച്ച്ഡ് ബൈ ദ പാർട്ടിക്കിൾ ഈസ്. ഓക്കെ, അതായത് ഒരു സാധനം പ്രൊജക്റ്റ് ചെയ്യാണ്, v വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്യാണ്. ആ പ്രൊജക്റ്റ് ചെയ്യണ സാധനം എത്തുന്ന ഹൈറ്റ് h ഈക്വൽ ടു r ഡിവൈഡഡ് ബൈ ഒരു സാധനം v വെലോസിറ്റിയിൽ പ്രൊജക്റ്റ് ചെയ്താൽ അത് എത്ര ഹൈറ്റിൽ എത്തും എന്ന് വെച്ചാൽ ve/v² - 1 ഉള്ള ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ അത് ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഈ ഷോർട്ട് കട്ട് അറിയുന്നുണ്ടാവും. അപ്പോൾ പ്രൊജക്റ്റ് ചെയ്യണ വെലോസിറ്റി kve ആണ്. അപ്പോൾ ആ പ്രൊജക്റ്റ് ചെയ്യണ വെലോസിറ്റിക്ക് പകരം kv എന്ന് കൊടുത്താൽ ഒരൊറ്റ സ്റ്റെപ്പിൽ അതിൻ്റെ ആൻസർ കിട്ടും. (² - 1) v കട്ട് ചെയ്തു. കട്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? k²r ഡിവൈഡഡ് ബൈ 1 - k². ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്ന വളരെ നമ്മളെ ഈ പ്രോബ്ലം സെക്ഷനിൽ വരുന്ന പല ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. Next question, a ball of mass 0.15 kilogram is dropped from
height 10 meter, strikes the ground and rebound to the same height. The magnitude of impulse imparted to the ball is nearly. അതായത് ഒരു ബോൾ ഒരു ഹൈറ്റിൽ നിന്ന് താഴത്തേക്ക് വീഴാണ്, എച്ച് ഹൈറ്റ് ആണ് വെച്ചോളൂ. അത് താഴെ വന്ന് അടിച്ച് അതേ സ്പീഡിൽ റീബൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ 2mv ആയിരിക്കും, ഈക്വൽ ടു 2mv. അപ്പൊ 2m ഇൻറ്റു, അപ്പോൾ അടിച്ച അതേ സ്പീഡിൽ റീബൗണ്ട് ചെയ്യാണ്. അപ്പോൾ എത്രയായിരിക്കും വെലോസിറ്റി? താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റി പറഞ്ഞാൽ √2gh ആണ്. അപ്പോൾ 2 ഇൻറ്റു മാസ് എത്രയാ? 0.15 ഇൻറ്റു √2 ഇൻറ്റു 10 ഇൻറ്റു എച്ച് എത്രയാണ്? എച്ച് 10 മീറ്റർ. അപ്പോൾ ദാറ്റ് ഈസ് 0.3 ഇൻറ്റു √200 വരും. അപ്പോൾ 0.3 ഇൻറ്റു 14.14 വന്നാൽ നമുക്ക് 4.2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. 4.2 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിരിക്കും അവിടെ കറക്റ്റ് ഓപ്ഷൻ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് പോകണേ. 2 conducting circular loops of radii R1 and R2 are placed in the same plane with their centers coinciding. If R1 greater than R2, the mutual inductance M between them will be directly proportional to. അപ്പോൾ രണ്ട് കോയിലുകളാണ്, രണ്ട് കോയിലുകൾ ഒന്നിൻ്റെ റേഡിയസ് R2, അടുത്തതിൻ്റെ മുകളിലത്തെ റേഡിയസ് R1. വലിയ കോയിലിൻ്റെ റേഡിയസ് R1ഉം ചെറിയ കോയിലിൻ്റെ റേഡിയസ് R2 ആണ്. ഇതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കേസിൽ എപ്പോഴും ഒരു ഔട്ടർ കോയിലും ഒരു ഇന്നർ കോയിലും വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഔട്ടർ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണണം. അപ്പോൾ അവിടെ നിങ്ങൾ ഇന്നർ കോയിലിനെ മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ ഔട്ടർ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി μ0I/2 R1 ഔട്ടർ കോയിലിൻ്റെ റേഡിയസ്. ഇനി ആ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇന്നർ കോയിൽ ഇരിക്കുന്നത്. അപ്പോൾ ഇന്നർ കോയിലിൽ എത്ര മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും? അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ഔട്ടർ കോയിലാണ്, മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ ഇന്നർ കോയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ തിരിച്ച് മാറിപ്പോരുത്. അപ്പോൾ ഇന്നർ കോയിലിലെ ഫ്ലക്സ് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റു ഇന്നർ കോയിലിൻ്റെ ഏരിയ. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞാൽ μ0I/2 R1 ഇൻറ്റു ഏരിയ എന്താണ്? πr2 സ്ക്വയർ ആണ്. അപ്പോൾ നമുക്കിവിടെ ചോദിച്ചത്, അപ്പോൾ മാഗ്നറ്റിക് ഫ്ലക്സിനെ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇൻറ്റു കറണ്ട് എന്ന് എഴുതാമെന്ന് അറിയാലോ. അപ്പോൾ കറണ്ട് I പോയി കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് വരുന്നത് എന്താണ്? μ0πr2 സ്ക്വയർ ബൈ 2R1 എന്ന് കിട്ടും. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചോദിച്ചാൽ എന്ത് പറയാം? ദാറ്റ് ഈസ് R2 സ്ക്വയർ ഡിവൈഡഡ് ബൈ R1. ഇതിൽ വന്ന ഓപ്ഷൻ, നാലാമത്തെ ഓപ്ഷൻ ആക്ച്വലി ഡിനോമിനേറ്റർ R1 ആണ്. സോ R2 സ്ക്വയർ ബൈ R1 ഈസ് ദ കറക്റ്റ് ഓപ്ഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ സാധാരണ നീറ്റിന് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറച്ചും കൂടെ പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. NCERTയിലെ ഡയറക്റ്റ് കോൺസെപ്റ്റ് എന്ന് പറയാൻ പറ്റാത്ത, മീൻസ് അത് ഒരു ഇൻഡയറക്റ്റ് ചോദിച്ചിട്ടുള്ള 3-4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ NCERT ടെക്സ്റ്റിലെ കണ്ടന്റ് അറിയുകയും അതേസമയം കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്ത കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പൊതുവേ ടഫാണ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് വന്നത് ആക്ച്വലി ഒരുപക്ഷെ വേണ്ടത്ര രീതിയിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യാത്ത കുട്ടികൾക്ക് ഒരല്പം ടഫായിരിക്കും. കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടക്കമുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത കുട്ടികൾക്ക് ഒരുവിധം കുഴപ്പമില്ല, തെറ്റില്ലാത്ത ഒരു പേപ്പറായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ദാറ്റ്സ് ഓൾ.